മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വുമൻ എംപവർമെന്റ് ആണ്. ഓക്കെ, വുമൻ എംപവർമെന്റ്. അപ്പം എല്ലാവരും ബുക്കും പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ടാണ് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഈ ഒരു വുമൻ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വുമൻ എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പൊ സ്ത്രീകൾ പല സ്ഥലങ്ങളിൽ ജോലിക്കും പല പല വലിയ വലിയ പൊസിഷൻസും അലങ്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അല്ലെ. അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കിക്കേ, ടു അവേക്കൻ ദ പീപ്പിൾ ഇറ്റ് ഈസ് ദ വുമൻ who must be awake. Once she is on the move, the family moves, the village moves, the nation moves. അല്ലെ, അതായത് നമുക്ക് നമ്മളുടെ ആ ഒരു ഇന്ത്യനെ തന്നെ വളർത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിനെ തന്നെ വളർത്തണമെങ്കിൽ സ്ത്രീകളാണ് വളരേണ്ടത് അല്ലെ, സ്ത്രീകളാണ് മൂവ് ചെയ്യേണ്ടത് അല്ലെ. അപ്പം അങ്ങനെയാണ് നമുക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഒരു വുമൻ എംപവർമെന്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്ന് നോക്കാം. വുമൻ എംപവർമെന്റ് മീൻസ് strengthening the capacity of women in order to identify, understand and control their lives. അല്ലെ, അതായത് വുമൻ എംപവർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ സ്ത്രീനെ തന്നെ ശക്തീകരിക്കുക അല്ലെങ്കിൽ ശാക്തീകരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? അവൾക്ക് അവരുടെ ലൈഫ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, പല സിനിമയിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജനിക്കുമ്പോ അപ്പനും അമ്മയും, അല്ലെങ്കിൽ ഒരു സമയം വരെ. അത് കഴിഞ്ഞ് ആങ്ങളെ ഉണ്ടെങ്കിൽ ആങ്ങളെ വളർന്നു കഴിയുമ്പോ ആങ്ങളെ പറയുന്നത് കേൾക്കണം. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ ഹസ്ബൻഡും അപ്പനും അമ്മായിമ്മയും അമ്മായിപ്പനും ഒക്കെ പറയണത് കേൾക്കാം. അത് കഴിഞ്ഞ് പിന്നെ മകൻ വളർന്നു വലുതാവുമ്പോ മകൻ പറയുന്ന കേൾക്കണം. അതായത് ഒരു സ്ത്രീയുടെ ജനനം മുതൽ മരണം വരേക്കും മറ്റുള്ളവരാണ് അവളുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. പക്ഷെ വുമൻ എംപവർമെന്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവളുടെ ലൈഫ് അല്ലെങ്കിൽ അവളെ ശക്തിപ്പെടുത്തുകയാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ട്? ഓർഡർ ടു ഐഡന്റിഫൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് കൺട്രോൾ ദെയർ ലൈഫ്സ്. അതായത് ഞാൻ എന്റെ ജീവിതം തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ എന്ത് പഠിക്കണം അല്ലെ, ഞാൻ എവിടെ പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ എവിടെ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ ആരെ കല്യാണം കഴിക്കണം, ഞാൻ എപ്പോ കല്യാണം കഴിക്കണം അല്ലെ, ഞാൻ അതെല്ലാം ചെയ്യുന്നത് ഞാനാണ് എന്നുള്ള ആ ഒരു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ ഉള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Women, due to lack of control, have little to say in decisions. So they need to be empowered to achieve control and to participate in decision making related to their health matters. ഒന്ന് ഓർത്ത് നോക്കിയേ, അതായത് നമ്മളുടെ സ്വന്തം ഹെൽത്തിനെ കുറിച്ച് വരേക്കും മറ്റുള്ളവര് ഡിസിഷൻ മേക്ക് ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ലൈഫിനെ കുറിച്ച് വരേക്കും മറ്റുള്ളവര് ഡിസിഷൻ മേക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുക്തമായിരിക്കൂലേ. അങ്ങനെയായിരുന്നു പണ്ട് അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾക്ക് കാര്യം? സത്യത്തിൽ ഈ പെണ്ണിന്റെ കല്യാണത്തിന്റെ കാര്യമായിരിക്കും പറയണ്ടാവുക. അതെന്തുകൊണ്ട്? ആ പെണ്ണാണ് ഡിസിഷൻ അവിടെ എടുക്കേണ്ടത്, പെണ്ണാണ് അവിടെ സംസാരിക്കേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ നൂറ്റാണ്ടിലെ വുമൻ എംപവർമെന്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം വന്നതോടുകൂടി സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസം കൂടി, സ്ത്രീകൾക്കുള്ള ജോലി സാധ്യത കൂടി അല്ലെ. ഇപ്പം പണ്ട് കാലത്ത് ഒരു കുട്ടി ഉണ്ടെങ്കിലേ ഒരു വീട് പുലർന്നു പോവുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആർക്കുണ്ടായിരുന്നു? പാരന്റ്സിന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ ആണും പെണ്ണും തുല്യരാണെന്നുള്ള ഒരു ബോധത്തിലേക്ക് ഈ പാരന്റ്സ് വന്നു കഴിഞ്ഞു അല്ലെ. കാരണം പല കുടുംബവും താങ്ങി നിർത്തുന്നത് ഇപ്പൊ അവിടുത്തെ പെൺപിള്ളേരാണ്. Over the past decade, gender equality and women's empowerment have been explicitly recognized as key not only to health of nations but also to social and economic development. അല്ലെ, അതായത് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? ഈ സ്ത്രീ ശാക്തീകരണം
അല്ലെ? അപ്പൊ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വുമൻ എംപവർമെന്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. വുമനെ എന്ത് ചെയ്യുക? സ്ട്രോങ് ആക്കുക, അല്ലെങ്കിൽ സ്ത്രീയുടെ ശക്തി ഇച്ചിരിയും കൂടി കൂട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിക്കാനുള്ള ശക്തിയല്ല, എഡ്യൂക്കേഷൻ ആയിട്ട്, ജോലിയായിട്ട്, ഫിനാൻഷ്യലി, അല്ലെ, കമ്മ്യൂണിക്കേഷൻ, ഒരാളോട് അതെ മൂത്ത് നോക്കി. നമ്മുടെയൊക്കെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കാലത്തൊക്കെ അടുക്കളയിലായിരുന്നു സ്ത്രീകൾ. അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അല്ലെ, എന്നുള്ള ഒരു ഇതോടുകൂടി എന്ത്, സ്ത്രീകൾക്ക് അരങ്ങത്തേക്കും വരാം എന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മുടെ കേരളത്തിൽ മനുഷ്യരിൽ വന്നു തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴും കേരളത്തിന് പുറത്ത് പല നാടുകളിലും സ്ത്രീകൾ എന്ന് പറയുന്നത് ഭക്ഷണം വെക്കാനും, പിള്ളേരെ നോക്കാനും, പിള്ളേരെ ചുമന്നുകൊണ്ട് നടക്കാനും, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കഴുകാനും, ഇതിനൊക്കെ ഉള്ളവരായി മാത്രമാണ് ഒതുങ്ങിയിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ബാക്കിയുള്ള, അല്ലെ, ബാക്കിയുള്ള സംസ്ഥാനങ്ങളും ഇതേപോലെ തന്നെ മുന്നോട്ട് വന്നാലാണ് ഒരു രാജ്യം തന്നെ രക്ഷപ്പെടുള്ളൂ. ഇനി വേൾഡ് ബാങ്ക് പറഞ്ഞത് പ്രകാരം എന്താണ് എംപവർമെന്റ് എന്നാണ് വേൾഡ് ബാങ്കിന്റെ കാര്യമാണ് പറയുന്നത്. Empowerment is the process of increasing the authority and responsibility of individual or groups to make choices, to transform those choices into desired actions and outcomes. വേൾഡ് ബാങ്ക് പറയാണ്, എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ, ഒരു മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയും, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഒരു കുറച്ച് ആൾക്കാർക്ക് ഇതൊക്കെ കൂട്ടുക. അത് മാത്രല്ല, കൂട്ടുന്നത് വഴി എങ്ങനെയാണ് കൂട്ടുന്നത്? അവർക്ക് ഓരോ ചോയ്സസ്, അല്ലെങ്കിൽ അവർക്ക് ഓരോ ആഗ്രഹങ്ങള്, അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പൊ നമുക്കൊരു ആഗ്രഹം വേണമെങ്കിൽ ആഗ്രഹം മാത്രമായിട്ട് നിൽക്കരുത്, അല്ലെ? നാളെ അതിനെക്കുറിച്ച് അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. അപ്പൊ ഇങ്ങനെയുള്ളൊരു ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചോയ്സസ്, അത് ഒരു ഡിസൈഡ് ആക്ഷനിലേക്ക് വരണം. അപ്പൊ ഏതൊരു ചോയ്സസിനും, ഏതൊരു ആഗ്രഹത്തിനും, അല്ലെ, എന്താണ് വേണ്ടത്? പണമാണ് വേണ്ടത്. സോ എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കൊരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ നമുക്കൊരു ചോയ്സസ് ഉണ്ടാവുക, ആ ചോയ്സസിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതൊക്കെ കൊണ്ടാണ് എംപവർമെന്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് വേൾഡ് ബാങ്ക് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് എംപവർമെന്റ്. എന്തൊക്കെ ടൈപ്സ് എംപവർമെന്റ് ഉണ്ട്? സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, അല്ലെ? സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ. ഇനി നീഡ്സ് ഓഫ് വുമൻ എംപവർമെന്റ്. എന്തൊക്കെ ആവശ്യകതകളാണ് ഒരു വുമനെ ശാക്തീകരിച്ചിട്ട് എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ വുമൻ എംപവർമെന്റ് എന്ന് പറയുന്നത്? ഡിസിഷൻ മേക്കിംഗ് പവർ, അല്ലെ? ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ വരേക്കും മറ്റുള്ളവര് ഡിസൈഡ് ചെയ്യുന്നത് അത് എത്ര ഇതാണെന്ന് നോക്കിക്കേ. അപ്പൊ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ വരുന്നു. ആൻഡ് ദെൻ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, അല്ലെ? ഇപ്പൊ നമുക്കും ഈ കേരളത്തില്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, വ്യത്യാസം വന്നിട്ടുണ്ട്, അല്ലെ? ഏതൊരു രാത്രിയിലും ജോലി കഴിഞ്ഞു വരാനുള്ള ഫ്രീഡം അത് നമുക്ക് കേരളത്തിലുണ്ട്. പക്ഷെ നമ്മള് മറ്റുള്ളവരെ പേടിച്ചിരിക്കണമെന്ന് മാത്രം. access to education, access to employment, exposure to media, domestic violence. അപ്പൊ ഒരു വുമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവളുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു പവർ, അല്ലെ? അവൾക്ക് അവളുടെ ജോലിക്ക് പോവാനുള്ളത്, അല്ലെങ്കിൽ അവൾക്ക് വീട്ടിൽ ഓർത്ത് നോക്കി, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ 100 പേരുടെ അനുവാദം മേടിക്കണം. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അനുവാദത്തിനെക്കാട്ടിലും ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി പോവുകയാ എന്ന് പറയുന്നതല്ലേ അതിനെക്കാട്ടിലും നല്ലത്, അല്ല? ഇന്ന കാര്യത്തിന് വേണ്ടി ഞാൻ പോവുക, ഇത്ര മണിക്ക് ഞാൻ തിരിച്ചെത്തും, ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. കാരണം എന്താ? നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവർക്ക് ഒരു ഇൻഫോർമേഷൻ കൊടുക്കണം, ആളിവിടെയാണ് പോയിരിക്കുന്നത്, അല്ലെ? കാരണം അത് നല്ലൊരു വേയാണ്. അതേസമയം ഞാനൊന്ന് പൊയ്ക്കോട്ടെ, ഞാനൊന്ന് വാങ്ങിക്കോട്ടെ, ഞാനൊന്ന് നിന്നോട്ടെ, ഞാനൊന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിക്കുന്നത് വളരെ ഒരു ബോറല്ലേ? സോ ആക്സസ് ടു എഡ്യൂക്കേഷൻ. പണ്ട് നിങ്ങൾക്കറിയാലോ, ആൺപിള്ളേരെ മാത്രമേ പഠിപ്പിക്കുള്ളൂ. കാരണം എന്താ? പെൺപിള്ളേരെ കെട്ടിച്ചു വിടാനാണല്ലോ, ആണല്ലോ. പിന്നെ എന്തിനാണ് പഠിപ്പിക്കണത്? അവള് അടുക്കളയിലത്തെ പണി പഠിക്കട്ടെ എന്നായിരുന്നു ചിന്ത. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ആക്സസ് ടു എംപ്ലോയ്മെന്റ്. എന്തോരം പഠിച്ചിട്ട് ആൾക്കാർ വീട്ടിൽ കുത്തിയിരുന്ന് പിള്ളേരെ നോക്കുന്നത് കണ്ടിട്ടില്ലേ? കാരണം എന്താ? ഓ,
എത്ര പഠിച്ചിട്ടും കല്യാണം കഴിഞ്ഞ് പിള്ളേരായി കഴിയുമ്പോൾ വിചാരിക്കും, ഓ ഞാൻ ഇനി ഇവരെയൊക്കെ നോക്കി ഇനി ഇവിടെ ഇരുന്നോളാം. എനിക്ക് എന്തിനാ ജോലി? അല്ലെ? പക്ഷെ അങ്ങനെയല്ല. സ്ത്രീ എന്ന് പറയുന്നത് അവൾ ശാക്തീകരിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അവൾക്കൊരു ഡിസിഷൻ വേണമെങ്കിൽ, ഒരു പറയണമെങ്കിൽ, അല്ലെങ്കിൽ അവൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ, അവൾക്ക് തീർച്ചയായിട്ടും ഒരു എഡ്യൂക്കേഷൻ വേണം, ഒരു ജോലി വേണം, അല്ലെ? ആൻഡ് ദെൻ എക്സ്പോഷർ ടു മീഡിയ, അല്ലെ? ആൻഡ് ദെൻ ഡൊമസ്റ്റിക് വയലൻസ്. ഡൊമസ്റ്റിക് ഇപ്പോഴത്തെ ന്യൂസുകളിലും ദൂരം വയലൻസാ വരുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അങ്ങ് അല്ലെ മടുത്തങ്ങ് ആത്മഹത്യ ചെയ്യാം. പക്ഷെ അതൊന്നല്ല വേണ്ടത്. ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് അല്ലെ വരണം. അതിൽ നിന്ന് പുറത്തേക്ക് വരണം. അതിൽ തന്നെ ആ ഒരു വയലൻസിൽ തന്നെ, ആ ഒരു പീഡിപ്പിക്കപ്പെടുന്ന ചുറ്റുപാടിൽ തന്നെ കിടക്കാതെ നമ്മൾ പുറത്തേക്ക് വരണം. നമുക്ക് ഇനിയും പുറത്ത് വലിയൊരു ലോകമുണ്ടെന്നും അവിടെ വലിയ വലിയ സാധ്യതകളും, അല്ലെ? നമുക്ക് ജോലി, നമുക്ക് ഇനി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ജോലി, ഇതെല്ലാം ഉണ്ടെന്നും നമുക്ക് നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ കുറെ ഉണ്ടെന്നും അതിനു വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളൊരു ബോധം ഒരു സ്ത്രീക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മഹത്യകളുടെ എണ്ണം കുറയും, അല്ലെ? വേസ് ടു എംപവറിംഗ് ദ വുമൻ. എന്തൊക്കെയുണ്ട്? ജെൻഡർ ഇക്വാലിറ്റി കൊടുക്കുക ആദ്യം. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അല്ലെ ഒക്കെ അതൊക്കെ കണ്ടിട്ടില്ലേ? അതായത് ജെൻഡർ ഇക്വാലിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവരുദ്ദേശിക്കുന്ന ഇക്വാലിറ്റി എന്താ? ആണുങ്ങളും പെണ്ണുങ്ങളും തുല്യരെന്നാണോ? അല്ല, ഒരിക്കലും അല്ല. ആണുങ്ങളും പെണ്ണുങ്ങളും തുല്യരെന്ന് പറയുന്ന ഒരു ചെറിയൊരു വാക്കുകൊണ്ട് ജെൻഡർ ഇക്വാലിറ്റി പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോ പല ജോലി സ്ഥലത്തും ആണുങ്ങൾക്കാണ് സെയിം ജോലി ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, പക്ഷെ അവിടെ സാലറി കൂടുതൽ ആണുങ്ങൾക്കായിരിക്കും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ആണുങ്ങൾ എന്ന് പറയുന്നത് അല്ലെ ഒരു മസ്കുലിൻ നേച്ചറാണ്. അവര് ദൃഢഗാത്രയാണ്. അതുകൊണ്ട് അവർക്കിരിക്കട്ടെ. ഇപ്പൊ പണ്ട്, വളരെ പണ്ടൊക്കെ നമ്മുടെ നസീറിന്റെ കാലത്തൊക്കെയുള്ള സിനിമകളിൽ കണ്ടാൽ അറിയാം, പെണ്ണുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത് കുറച്ചായിരിക്കും ഭക്ഷണം കൊടുക്കുന്നത്. ആണുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത് ഭയങ്കര വലിയ പാത്രത്തിൽ കുറെ ഫുഡ് കൊടുക്കും. എന്നിട്ട് പറയും, ഇവന് ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ, അല്ലെങ്കിൽ ഇവന് ആണല്ലേ, അത് വേണം, നീ പെണ്ണല്ലേ, നിനക്ക് ഇത് മതി, നീ അധികം വണ്ണം വെക്കണ്ട, നീ ഇത് മതി. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കി, ആ ഒരു കൾച്ചർ നോക്കി നോക്കി. പണിയെടുക്കുന്ന അല്ലെ ജോലിക്ക് പോകുന്ന എല്ലാവരും ഒരേപോലെയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കേണ്ടത്? അല്ലെ? സ്ത്രീന്നോ പുരുഷനെന്നോ ഇല്ല, അല്ലെ? ഇനിയും നമ്മളുടെ ആ, അവരുടെ പേരെന്തായിരുന്നു? ഒരു ഫിലിം സ്റ്റാർ ഇല്ലേ, ഏതാ, നമ്മുടെ നിന്റെ മൊയ്തീനിലെ ആ നായിക. അവളൊരു ഇതിൽ പറഞ്ഞതാണ്, അവളുടെ ഇന്റർവ്യൂല് പറഞ്ഞതാണ് കേട്ടോ. അവളുടെ കുഞ്ഞിലെ അപ്പനും അമ്മയും എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻ വറക്കുമ്പോ മീനൊക്കെ വറക്കൂലെ, അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വെക്കുമ്പോ ആങ്ങളൊക്കെ കൊടുക്കുള്ളൂ എന്ന്, അവൾക്ക് കൊടുക്കില്ല എന്ന്. അപ്പൊ നമ്മൾ ഓർത്ത് നോക്കി, അവിടെ എന്ത് ഇക്വാലിറ്റി ഉള്ളത്? ആണ് പെണ്ണ് എന്നുള്ള ഒരു വേർതിരിവായിരുന്നു അവിടെ ഉള്ളത്, അല്ലെ? അതേസമയം അതേസമയം എന്റെ മക്കൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾ എന്നുള്ളൊരു ഇക്വാലിറ്റി അവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെ? ആണും പെണ്ണും തുല്യരാണ്, ഇവരെന്റെ മക്കളാണെന്നുള്ള ഇക്വാലിറ്റി ഉണ്ടായിരുന്നില്ല. അവനാണാണ്, അവനിരിക്കട്ടെ മീൻ വറുത്തത് എന്നുള്ളതായിരുന്നില്ലേ? ഇത് ചെറിയൊരു കാര്യമാണ് എങ്കിലും, നമുക്കത് കേൾക്കുമ്പോൾ ചിരിക്കാൻ തോന്നുമെങ്കിലും അവിടെ വലിയൊരു വേർതിരിവാണ് വന്നിരിക്കുന്നത്, അല്ലെ? അതൊരു കുഞ്ഞു മനസ്സിൽ, അല്ലെങ്കിൽ ആ ഒരു വളർന്നു വരുന്ന ഒരു കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത്, ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്, അല്ലെ? ആണുങ്ങളെ തന്നെ വെറുത്തു പോകും, അല്ലെങ്കിൽ ആണുങ്ങളോട് തന്നെ നമുക്കൊരു ഇത് വരും. കാരണം ഇവർക്ക് എന്താ ഉള്ളത് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും, അല്ലെ? ആൻഡ് ദെൻ ചേഞ്ചസ് ഇൻ വുമൻസ് മൊബിലിറ്റി ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻസ്, അല്ലെ? സ്ത്രീകൾക്ക് ഒന്ന് സ്ത്രീകൾക്കൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് പുറത്തു വന്ന് സംസാരിക്കാൻ, സ്ത്രീകൾക്ക് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷെ എങ്കിലും സ്ത്രീകളെ അബലരാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെ? ആൻഡ് ദെൻ ചേഞ്ചസ് ഇൻ വുമൻസ് ലേബർ പാറ്റേൺ. ജോലി സാധ്യതകളിൽ, ജോലിയിലുള്ള മാറ്റം, ഇതെല്ലാം വേണം. കാരണം നല്ല നല്ല പൊസിഷൻസ് അലങ്കരിക്കാൻ വേണ്ടി സ്ത്രീകൾ വരികയാണ്. സ്ത്രീകൾക്ക് വേണ്ട മിനിമം സാലറി എങ്കിലും കൊടുക്കണം, അതാത് എക്സ്പീരിയൻസ് അനുസരിച്ച്. ചേഞ്ചസ് ഇൻ വുമൻസ് ആക്സസ് ടു കൺട്രോൾ ഓവർ റിസോഴ്സസ്, അല്ലെ? ഒരു കുടുംബത്തിലെ പല കാര്യങ്ങളും ഇപ്പോഴും ആണുങ്ങളായിരിക്കും ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുന്നത്. പെണ്ണുങ്ങൾ അപ്പോഴും ജോലിക്ക് പോയിട്ട് പൈസ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, അല്ലെ? സ്വന്തം അല്ലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമ്മളുടെ ഇപ്പൊ ഒരു വീടിന്റെ
ആവശ്യങ്ങളായിക്കോട്ടെ, അതായത് അവരുടെ ഫുഡ് ആയിക്കോട്ടെ, പുറത്തു പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, മറ്റുള്ളവരുടെ ജോലി ആയിക്കോട്ടെ, ഒരു വിവാഹം ആയിക്കോട്ടെ, ഇത് എന്ത് തന്നെയാണെങ്കിലും അല്ലെ, എന്ത് തന്നെയാണെങ്കിലും അത് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഫിനാൻസ് അല്ലെങ്കിൽ ഫണ്ട്, അങ്ങനത്തെ എന്ത് തന്നെയാണെങ്കിലും ഇവളും കൂടെ, അതായത് ഈ സ്ത്രീയും കൂടെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു സാധ്യത കൊടുക്കണം. ചേഞ്ചസ് ഇൻ വുമൻസ് കൺട്രോൾ ഓവർ ഡിസിഷൻ മേക്കിംഗ്. ഈ നേരത്തെ ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ അല്ലെ, ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള റോള് സ്ത്രീക്കുമുണ്ട്. സ്ത്രീ ആദ്യം ഒക്കെ സ്ത്രീക്ക് ഡിസിഷൻ എന്ന് പറയുന്ന സാധനം കേൾക്കാൻ കൂടി പറ്റില്ലായിരുന്നു, എന്താണെന്ന് കൂടി അറിയാൻ പറ്റില്ലായിരുന്നു. അതായിരുന്നു അവസ്ഥ. കാരണം വീട്ടിലെ പുരുഷന്മാരായിരുന്നു സ്ത്രീയുടെ തന്നെ ജീവിതങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷനായി, അവർക്ക് ജോലിയായി, എന്നാലും ഇവരുടെ ജോലിയിൽ നിന്നുള്ള സാലറി മേടിച്ചിട്ട് ഇപ്പോഴും സ്ത്രീകളാണ്, ഇപ്പോഴും പുരുഷന്മാരാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് പല സ്ഥലത്തും. പക്ഷെ അങ്ങനെയാണോ വേണ്ടത്? ഡിസിഷൻ മേക്ക് ചെയ്യാം, പക്ഷെ സ്ത്രീയുടെ പെർമിഷനും കൂടെ വേണം. അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അഡ്വൈസും കൂടെ അവളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണം ഒരു ഡിസിഷൻ ഇയാൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, അവിടെ സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു സ്ത്രീനെ എംപവർ ചെയ്യിക്കണമെങ്കിൽ സോഷ്യലി, എക്കണോമിക്കലി ആൻഡ് എഡ്യൂക്കേഷണലി ആണ് എംപവർ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങളും കൂടെ കൂടിയിട്ട് ഒരു സ്ത്രീക്ക് നല്ല രീതിയിൽ കിട്ടിയാലാണ്, നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നാലാണ് അവൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ഭാഗമാവുള്ളൂ. സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് നോക്കാം. സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് വുമൻ മീൻസ് റൈസിംഗ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൻ ഇൻ സൊസൈറ്റി. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, എന്തോരം ബിസിനസ് ചെയ്യുന്ന സ്ത്രീകളാണ് വരുന്നത്. അല്ലെങ്കിൽ ഇനി നമ്മൾ നന്നായി പഠിക്കുകയാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആക്കി എന്തോരം ജോലിക്ക് പോകുന്നത്. അപ്പൊ പല ജോലിയുടെയും പ്രത്യേകത, ഇപ്പോ നഴ്സുമാരായിക്കോട്ടെ, ഇനി ചില ആൾക്കാരൊക്കെ പഠിക്കാൻ പറ്റാതെ വെറും ഡിഗ്രി, ആർട്സ് കോളേജിൽ പോയി എന്തെങ്കിലും ഒരു ഡിഗ്രി ചെയ്ത് കല്യാണം കഴിഞ്ഞ് പോയി കുടുംബത്ത് കുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ ഒരു ഡിഗ്രി ആണെങ്കിലും അല്ലെ, ഒരു ഡിഗ്രി ആണെങ്കിലും, പ്രൊഫഷണൽ ഡിഗ്രി ആണെങ്കിലും, അല്ലാതെ സാധാ ഈ ഡിഗ്രി ആണെങ്കിലും, എന്ത് നല്ല നല്ല ജോലിക്ക് അത് കഴിഞ്ഞ് PG ഒക്കെ ചെയ്ത് നല്ല നല്ല ജോലിക്ക് നല്ല നല്ല പ്രൊഫഷൻസ് അലങ്കരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുവഴി നമുക്കിപ്പോ നമ്മളൊരു കൂട്ടത്തിൽ പോകുമ്പോൾ നമ്മളുടെ പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ഞാൻ ഇന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോഴുള്ള ആ ഒരു അല്ലെ, ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ പാരന്റ്സിന് വരെയൊക്കും എന്റെ മോള് ഇതാണ്, അല്ലെങ്കിൽ എന്റെ മോള് ടീച്ചറാണ്, അല്ലെങ്കിൽ എന്റെ മോള് നേഴ്സാണ്, ഇന്ന ഹോസ്പിറ്റലിലാണ്, ഇന്ന വാർഡിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു അഭിമാനം കണ്ടിട്ടില്ലേ. സോ ആ ഒരു അല്ലെ, സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു സ്ത്രീയുടെ ആ ഒരു സ്റ്റാൻഡേർഡ് വളർത്താം, അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കൂട്ടാം. സോഷ്യൽ ലെജിസ്ലേഷൻ ഹാസ് brought a change by developing the woman socially. അല്ലെ, ഒരു സ്ത്രീനെ സോഷ്യലി വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിക്ക് തന്നെയാണ് അവിടെ മാറ്റങ്ങൾ വരുന്നത് അല്ലെ. ആൻഡ് ദെൻ സം ആസ്പെക്ട് ഓഫ് സോഷ്യൽ എംപവർമെന്റ് ഓഫ് വുമൻ, ഒരു സോഷ്യൽ എംപവർമെന്റ് അല്ലെങ്കിൽ സോഷ്യലി ഒരു വുമനെ ശാക്തീകരിക്കപ്പെടണം. ഒരു വുമൻ സോഷ്യലി ശാക്തീകരിക്കപ്പെട്ട കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോഷ്യലി സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സൊസൈറ്റിയിൽ തന്നെ അല്ലെ എത്ര മാറ്റങ്ങൾ വരും. സ്ത്രീകൾ ശക്തിപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി തന്നെ അല്ലെ രക്ഷപ്പെടും. ആ ഫാമിലിയിൽ തന്നെ സമാധാനം വരും അല്ലെ, തീർച്ചയായിട്ടും. കാരണം എന്താ, ഈ പല ആൾക്കാരും ആണുങ്ങൾ ജോലിക്ക് പോയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. കാരണം അവന്മാരുടെ തലയിലായിരിക്കും എല്ലാം അല്ലെ, വീട്ടിലെ കാര്യങ്ങള്, EMI നോക്കണം, വീട്ടിലെ ഫുഡ്, കറണ്ട്, കേബിൾ, അങ്ങനെ എല്ലാതും. പക്ഷെ അതേസമയം ഒരു സ്ത്രീയും കൂടെ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കൂടിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് മാക്സിമം ഇവർ ട്രൈ ചെയ്യും ഒരു ഫാമിലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പം ഇങ്ങനെ ഒരു സ്ത്രീയും ഒരു പുരുഷനും രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഒരു വഞ്ചി തുഴയുകയാണെങ്കിൽ, നമുക്ക് ഒരു പുഴ കിടക്കണം അല്ലെ, പുഴയുടെ അപ്പുറത്തെത്തണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് തുഴഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കിടക്കാം. ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒഴുക്കിൽ പെടാം അല്ലെ, ചിലപ്പോ എത്താതെ വരാം, ചിലപ്പോ വട്ടക്കൊട്ടയിൽ നീന്തണം പോലെ കിടന്ന് കറങ്ങിയും വരാം. അപ്പോ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു,
എങ്ങനെ സ്ത്രീകളെ ശക്തിപ്പെടുത്താം? എഡ്യൂക്കേഷൻ വഴി. നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ തന്നെ ഇട്ട് പൊടിക്കൈകളും ചെയ്ത് അവരിങ്ങനെ ഒതുങ്ങിക്കൂടുമായിരുന്നു. അല്ലെ? വീട്ടിലെ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നാലായിരുന്നു എന്തെങ്കിലും ആശുപത്രിയിൽ പോകുള്ളൂ. അല്ലെങ്കിൽ വേറെ സ്ത്രീകൾക്കാണ് ജോലി രോഗങ്ങൾ വരുന്നതെങ്കിൽ അവര് അവരെന്ത് ചെയ്യും? അവര് വീട്ടിലെ തന്നെ എന്തെങ്കിലും പൊടിക്കൈകള്, അതായത് പനിക്കൂർക്കയില ഇട്ട് വെള്ളം കുടിക്കുക, അല്ലെ? എന്തെങ്കിലും പല്ലുവേദനയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പൊടിക്കൈയൊക്കെ ചെയ്യുക. മേലുവേദനയ്ക്കും ചൂടുവെള്ളത്തില്, അല്ലെ? അല്ലെങ്കിൽ നീര് വന്നു കഴിഞ്ഞാൽ ഉപ്പിട്ട് ചൂടുവെള്ളം പിടിക്കുക. അങ്ങനെ എല്ലാത്തിനും പൊടിക്കൈകൾ ഉണ്ടായിരുന്നു ഇവർക്ക്. അപ്പൊ ഇതൊക്കെ ചെയ്ത് വീട്ടിലിരിക്കും. ലാസ്റ്റ് രോഗം മൂർച്ഛിച്ച് ഇവരൊക്കെ എന്താ ആ ഒരു കോംപ്ലിക്കേഷനിലേക്ക് എത്തും. പക്ഷെ ഒരു ഹെൽത്ത് എന്ന് പറയുമ്പോൾ, ഒരു ഹെൽത്ത്, സ്ത്രീകൾക്കും ഹെൽത്ത് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഹോസ്പിറ്റലിൽ പോകണം, ചികിത്സ വേണം എന്നുള്ള രീതിയിലൊക്കെ ഉയരണം. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ന്യൂട്രീഷൻ, ഞാൻ പറഞ്ഞതുപോലെ നല്ല ഫുഡ് ആണുങ്ങൾക്കും എന്നാൽ ബാക്കി വന്നത് സ്ത്രീകൾക്കും. അങ്ങനെയല്ല, അല്ലെ? ആൻഡ് ദെൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, നല്ല സേഫ് വാട്ടർ ആൻഡ് പ്രോപ്പർ സാനിറ്റേഷൻ, അല്ലെ? കുളിക്കാനും ബാത്റൂമിൽ പോവാനും, അല്ലെ? അതേപോലെ തന്നെ ഡിഫിക്കേറ്റ് ചെയ്യാനും ഒക്കെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള സാധ്യതകളും സ്ഥലങ്ങളും ഒക്കെ വേണം. ആൻഡ് ദെൻ ഹൗസിംഗ് ആൻഡ് ഷെൽട്ടർ, ഈ ഒരു, അല്ലെ, നമുക്ക് സുരക്ഷിതരായി കിടന്നുറങ്ങാൻ ഒരു വീട് വേണം. അല്ലെങ്കിൽ വീടില്ലാത്തവരാണെങ്കിൽ സുരക്ഷിതരായി കിടന്നുറങ്ങാൻ ഒരു ഷെൽട്ടർ വേണം. ആൻഡ് ദെൻ ജീവിക്കാനും ജോലി ചെയ്യാനും സമാധാനത്തോടു കൂടി റെസ്റ്റ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ്. നമുക്കൊരു വർക്കിംഗ് എൻവയോൺമെന്റ് നമുക്ക് ഗുഡ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വർക്ക് പ്ലേസിൽ തുടരില്ല, അല്ലെ? നമുക്ക് ജീവിക്കുന്ന നമ്മുടെ ഫാമിലി ലൈഫിലെ ഒരു എൻവയോൺമെന്റ് സുരക്ഷിതമല്ല എങ്കിൽ, അവിടെ പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ ആ ഒരു ഫാമിലി ലൈഫ് തുടരില്ല. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്കൊരു സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ എംപവർമെന്റ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ് വേണ്ടത്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ന്യൂട്രീഷൻ, ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ഹൗസ് ആൻഡ് ഷെൽട്ടർ, എൻവയോൺമെന്റ്. സം ലെജിസ്ലേഷൻ ആണ്. നമുക്ക് എന്തൊക്കെ ലെജിസ്ലേഷൻസ് ഉണ്ടെന്ന് നോക്കാം. ഇത് എഴുതി വെക്കണേ, ഇത് എക്സാമിന് വരാറുണ്ട് കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ വർഷങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ഇൻ 1915 ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ accorded equal right to women എന്നാണ് 1915, 1950 ഈക്വൽ റൈറ്റ് ആണ് വുമനും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. ആണുങ്ങൾക്ക് ഉള്ള അവകാശങ്ങൾ പോലെ തന്നെ സ്ത്രീകൾക്കും അവകാശങ്ങൾ ഉണ്ട് എന്ന് വന്നത് 1950. ഓൾ വുമൻ നൗ എൻജോയ് പൊളിറ്റിക്കൽ ഈക്വൽ റൈറ്റ്സ് വിത്ത് മെൻ, അല്ലെ? അതായത് ഇപ്പൊ സ്ത്രീകൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ അവകാശമാണ്, ഒരേപോലെയുള്ള അവകാശങ്ങൾ തന്നെയാണ്. ഓക്കെ. ആൻഡ് ദെൻ the Factories Act 1948, Mines Act 1952 and Plantation Labor Act. ഓക്കെ. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 1948 ഫാക്ടറീസ് ആക്ട് വന്നു, അല്ലെ? മൈൻസ് ആക്ട് 1952 വന്നു. അതേപോലെ തന്നെ പ്ലാന്റേഷൻ ലേബർ ആക്ട് വന്നു. ഓക്കെ. ആൻഡ് ദെൻ ഹിന്ദു മാരേജ് ആക്ട് വന്നു. ആൻഡ് ദെൻ ഡിവോഴ്സ് ആക്ട് വന്നു 1955. ഹിന്ദു മാരേജ് ആക്ട് ആൻഡ് ഡിവോഴ്സ് ആക്ട്. ഈ നിയമങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ആക്ടുകളൊക്കെ വഴി സ്ത്രീകളെ പ്രബലരാക്കലാണ്, അല്ലെ? സ്ത്രീകളെ ശാക്തീകരിക്കപ്പെടാണ്. ഒരു പ്രായപരിധി വന്നു, കല്യാണം കഴിക്കാൻ ഒരു പ്രായപരിധി വന്നു. അതേപോലെ തന്നെ ഡിവോഴ്സ് ചെയ്യാൻ ആണുങ്ങളുടെ സമ്മതം മാത്രമല്ല, ജീവിക്കാൻ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ആ ജീവിതം, അല്ലെ, ആ ഒരു ലൈഫ് എന്തിന് വീണ്ടും നഷ്ടപ്പെടുത്തണം? നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് മാത്രം ശ്രദ്ധിച്ചാൽ പോരെ. ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതിനെക്കാട്ടിലും വിപത്ത് വേറെ ഒന്നിനുമില്ല, അല്ലെ? അപ്പൊ ഹിന്ദു മാരേജ് ആക്ട് വന്നു, ഡിവോഴ്സ് ആക്ട് വന്നു, ദ ഈക്വൽ റിമ്യൂണറേഷൻ ആക്ട് വന്നു, അല്ലെ? നേരത്തെ നമ്മളിപ്പോ ഈക്വൽ റിമ്യൂണറേഷൻ ആക്ട് 1976 വന്നാലും ഈക്വൽ അല്ലാട്ടാ. ഒരു പരിധി വരെ ഈക്വലൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഈക്വൽ അല്ലാട്ടാ. ഫോർ എക്സാമ്പിൾ, നിങ്ങള് നമ്മുടെ വീട് പണിക്കൊക്കെ വരുന്ന മേസ്ത്രികളെയൊക്കെ കണ്ടിട്ടില്ലേ? അവരുടെ കൂടെ വരുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? അവരായിരിക്കും, ഈ മേസ്ത്രികളുടെ കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങളായിരിക്കും സിമെന്റ് കുഴയ്ക്കുന്നു, ഇഷ്ടികകൾ വലിയ വലിയ സ്ഥലത്തേക്ക് ഇഷ്ടികകളൊക്കെ എടുത്ത് കയറ്റുന്നു, ഭാരമുള്ള പണികളൊക്കെ ചെയ്യുന്നത്.
പക്ഷെ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് ആർക്കാ? മേസ്തിരിക്കാണ്, അല്ലെ? അപ്പൊ ഈക്വൽ റിമുനറേഷൻ ആക്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ മേസ്തിരിക്ക് പൈസ കൊടുക്കുന്നത്? അവരുടെ പണി ഇവർക്ക് ചെയ്യാനും പറ്റും, അല്ലെ? സ്ത്രീകൾക്ക് ഡോക്ടേഴ്സ് ആവാനും എഞ്ചിനീയേഴ്സ് ആവാനും നേഴ്സ് ആവാനും കളക്ടർ ആവാനും ഇതിനെല്ലാം പറ്റുമെങ്കിൽ, വലിയ വലിയ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യാനും ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ പറ്റും, ഫിനാൻസ് കൈകാര്യം ചെയ്യാനും പറ്റുന്ന, അല്ലെ? അല്ലെ? അതേപോലെ തന്നെ വലിയ വലിയ സിവിൽ എഞ്ചിനീയേഴ്സ് വരെയൊക്കെ ഉണ്ട് നമ്മുടെ സ്ത്രീകളിൽ. അവർക്കാണോ മേസ്തിരി പണി എടുക്കാൻ പറ്റാത്തത്? അതങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഓർത്ത് നോക്കി, റിമുനറേഷൻ ആക്ട് എന്ന് പറയുന്നത് വന്നു 1976 ഈക്വൽ ആയിട്ടൊന്നുമില്ല. അപ്പൊ എഴുതി വെക്കണം കേട്ടാ, ഈക്വൽ റിമുനറേഷൻ ആക്ട് 1976. ആൻഡ് ദെൻ ചൈൽഡ് മാരേജ് റിസ്ട്രൈൻഡ് അമെൻഡ്മെന്റ് ആക്ട്, ഇതും വന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തൊക്കെ ആക്ടുകൾ വന്നു? 1950 എന്തായിരുന്നു? ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അക്കോർഡഡ് ഈക്വൽ റൈറ്റ്സ് ടു വുമൻ. The Factories Act, Mines Act, Plantation Labor Act, Hindu Marriage Act, Divorce Act, the Equal Remuneration, Child Marriage Restraint Amendment. ഈ ആക്ടുകളൊക്കെ വന്നത് എന്തിനാന്ന് മനസ്സിലായോ? വുമൻ എംപവർമെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ആക്ടുകൾ വന്നത്, അല്ലെ? ഇത്രയും ആക്ടുകൾ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? വുമൻ എംപവർമെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ എന്തൊക്കെയായിരുന്നു ആക്ടുകള്? ചൈൽഡ് മാരേജ് റിസ്ട്രെയിന്റ് അമെൻഡ്മെന്റ് ആക്ട്, the Equal Remuneration Act, Hindu Marriage Act and Divorce Act, Plantation Labor Act, Mines Act, the Factories Act, and the Equal Rights to Women. അത് 1950. In educational development, education is a basic human right of all. It is not only a way of impacting knowledge, but also an instrument of empowering disadvantaged groups and sections in a society. Education എന്ന് പറയുന്നത് ഒരു ബേസിക് ആണ്, ഒരു മനുഷ്യന്റെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള അവകാശമാണ്. അത് സ്ത്രീകൾക്കും ആണുങ്ങൾക്കും ഒരേപോലെയാണ്, അല്ലെ? ആൻഡ് ദെൻ ഇതെന്ന് പറയുന്നത് എന്താ? നമുക്കൊരു കുറച്ച് ബുദ്ധി, നമ്മൾ കുറെ പഠിച്ച് തലയിൽ കുറച്ച് നോളജ് കയറ്റി വെക്കാം എന്നത് മാത്രമാണോ? അല്ല, അല്ലെ? അതായത് നമുക്കൊരു പഠിപ്പുണ്ടെങ്കിൽ, നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ, അതുവഴി നമുക്ക് നല്ലൊരു ജോലി കിട്ടുകയും നമ്മളുടെ കുടുംബം തന്നെ രക്ഷപ്പെടുകയും ചെയ്യും. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മൗലികാവകാശം, അല്ലെ? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ്. വുമൺ നീഡ് ടു ബി എഡ്യൂക്കേഷണൽ ഡെവലപ്ഡ്. പണ്ട് കാലത്തെ പോലെ കെട്ടിച്ചു വിടാനല്ല, ഇവള് പഠിക്കണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയല്ല. ഇവൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, ഇവളും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, അതുവഴി ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ചിന്തയിൽ മാറാവുന്ന കാര്യങ്ങളെ ഇപ്പോഴും ഈ ലോകത്തുള്ളൂ, അല്ലെ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? സ്ത്രീകളെ അവർക്ക് ഇഷ്ടമുള്ളത്ര പഠിപ്പിക്കണം. അല്ലാതെ അയ്യോ ഇത്രയും പ്രായമായി കെട്ടിച്ചുവിടാം എന്ന് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത്. The education of women will help to remove the social stigma that surrounds it. It is a key to eliminating social evils such as female infanticide, dowry, child marriage, harassment. അപ്പൊ ഓർത്ത് നോക്കിയേ, ഒരു വുമൻ എംപവർമെന്റിലൂടെ ഒരു വുമൻ എഡ്യൂക്കേഷനിലൂടെ ഓർത്ത് നോക്കി, എഡ്യൂക്കേഷനിലൂടെ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, അല്ലെ? ഒരു സോഷ്യൽ സ്റ്റിഗ്മ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്നു. അത് മാത്രല്ല, അല്ലെ? കൂടാതെ എന്തോരം പെൺകുഞ്ഞുങ്ങളെയാണ് പെണ്ണാണ് എന്നറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കേരളത്തിൽ അതില്ല, പക്ഷെ കേരളത്തിൽ ഇഷ്ടം പോലെ അബോർഷൻ നടക്കുന്നുണ്ട്. അതുകൂടാതെ അല്ലെ, നമ്മളൊരു യൂണിവേഴ്സിറ്റി വഴി അറിയുകയാണ് ഈ പെൺകുട്ടിയാണ്, അപ്പൊ എന്ത് ചെയ്യും? നേരെ കുട്ടി അബോർഷൻ ചെയ്യും. അപ്പൊ ഈ അബോർഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്കൊരു വുമൻ എഡ്യൂക്കേഷൻ സഹായിക്കുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന കുറച്ച് സ്കീമുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ സ്കീം വഴി പെൺകുട്ടീനെ എന്ത് ചെയ്യാം? പെൺകുട്ടീനെ പഠിപ്പിക്കാനും അവളെ പഠിപ്പിക്കാനും അവൾക്കുള്ള ജോലിക്കൊക്കെയുള്ള ഒരു സപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കും. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത് അതുവഴി എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫീമെയിൽ ഇൻഫാന്റിസൈഡ് എന്ന് പറയുന്ന, അല്ലെ, ആ ഒരു പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന ആ ഒരു രീതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഇറക്കിയത്. കാരണം എന്താ? പെൺകുഞ്ഞുങ്ങളെ രക്ഷിച്ച് അവരെ പഠിപ്പിച്ച് അവർക്കൊരു ജോലി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി.
ആൻഡ് ദെൻ സ്ത്രീധനം. ഒരു പഠിപ്പുള്ള പെണ്ണിന് സ്ത്രീധനം കൊടുക്കുന്നത് വിഡ്ഢിത്തരാണ് അല്ലെ? കാരണം എന്താ, അവള് ആ ജോലിക്ക് പോയിട്ട് അവൾക്ക് കഴിവുണ്ട്, പിന്നെ അതിന് സ്ത്രീധനം. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്ത്രീധനം ആഗ്രഹിക്കാത്ത ഒരു ആണുങ്ങളും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ സ്ത്രീധനത്തിന് പ്രതി ആത്മഹത്യ ചെയ്യുന്ന എന്തോരം പെൺപിള്ളാരാ ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പൊന്മാൻ എന്ന് പറയുന്ന ഒരു ഫിലിം നിങ്ങൾ കണ്ടായിരുന്നോ? ആ ഒരു ഫിലിമിൽ പറയുന്നത് പോലെ എന്തിനാ സ്ത്രീകൾക്ക് സ്ത്രീധനം? ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കയറുന്നു, ആ വീട്ടിലെ സകല കാര്യങ്ങളും നോക്കണം, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തണം, ജോലിക്ക് പോകണം, അല്ലെ? എല്ലാം നോക്കണം. പിന്നെ ഈ ഈ ഒരു സ്ത്രീ എന്ന് പറയുന്ന ധനത്തിന് മുകളിൽ എന്തിനാണ് സ്ത്രീധനം മേടിച്ച് പോക്കറ്റിലിടാൻ വേണ്ടിയിട്ട് ആണുങ്ങളും അവരുടെ അമ്മായിപ്പനും അമ്മായിയും ഇരിക്കുന്നത്? എന്തിനാണ്? അറിയാൻ പാടില്ല. ഓക്കെ. ആൻഡ് ദെൻ ചൈൽഡ് മാരേജ് അല്ലെ? കുഞ്ഞിലേ തൊട്ട് എന്റെ ഒക്കെ കുഞ്ഞിലേ ഉണ്ടല്ലോ, എന്റെ വീടിന്റെ അടുത്തൊരു ഫാമിലി ഉണ്ടായിരുന്നേ. ഒരു പ്രത്യേക കാസ്റ്റ് ആയിരുന്നു അവര്. ആ കുട്ടീനെ ഞങ്ങളുടെ കൂടെ കളിച്ചു വളർന്നതാ. ഞാന് 10ല് പഠിക്കുമ്പോ അവൾ 5ലാ പഠിക്കണേന്ന് ഓർക്കണം. പിന്നെ ഒരു വട്ടം ഞാൻ നേഴ്സിങ്ങിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അറിഞ്ഞു അവളുടെ കല്യാണം കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ വെച്ചിട്ട്. 10ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുമ്പോ 14 വയസ്സാണ്. അപ്പൊ ഓർത്ത് നോക്കിയേ. അപ്പം ചൈൽഡ് മാരേജ്. ഈ ഒരു ചൈൽഡ് മാരേജ് വരേക്കും ഒരു എഡ്യൂക്കേഷൻ കൊണ്ട്, അല്ലെ? ഒരു 10th ആവുമ്പോ ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞുകൊണ്ട് വരുക അല്ല. അതേസമയം ഈ സ്ത്രീകളെ +1 +2 പഠിപ്പിക്കണം, ഡിഗ്രി പഠിപ്പിക്കണം, ആൻഡ് ദെൻ ജോലിക്ക് വിടണം എന്നുള്ളൊരു ബോധം വേണം, അല്ലെ? ആൻഡ് ദെൻ ഹറാസ്മെന്റ്, സ്ത്രീകളോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇതെല്ലാം ഒഴിവാക്കാൻ ഒരു എന്തിനു പറ്റും? എഡ്യൂക്കേഷന് പറ്റും. അപ്പൊ എന്തായിരുന്നു ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല, ഒരു എഡ്യൂക്കേഷൻ ഒരു സ്ത്രീ സോഷ്യലി ഉള്ള അല്ലെങ്കിൽ സമൂഹത്തിലുള്ള സ്ത്രീകൾക്ക് ആവശ്യത്തിനുള്ള എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡൗറി ഒരു പരിധി വരെ. പക്ഷെ ഡൗറി ഒന്നും ഒരു ഒരു മാറ്റവും സൃഷ്ടിക്കാൻ, സ്ത്രീധനത്തിൽ ഒരു മാറ്റവും സൃഷ്ടിക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ള ഭാഗം നമുക്കറിയാലോ. എന്തോരം എനിക്കറിയാൻ പാടില്ല എന്തോരം സ്ത്രീകളാ, എന്തോരം പെൺപിള്ളേരാ ആത്മഹത്യ ചെയ്യുന്നത്. And then lack of education has been an obstacles in the development of women. So there is need to take all special efforts to raise the literacy rate among women and girls education. അപ്പൊ lack of education, ഒരു വിദ്യാഭ്യാസം ഇല്ലായ്മ എന്ന് പറയുന്നത് തന്നെ വലിയൊരു തടസ്സമാണ് ഒരു സ്ത്രീക്ക്, അല്ലെ? വലിയൊരു തടസ്സമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് പല പല ഇതില് കണ്ടിട്ടില്ലേ? എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് എനിക്കത് പറ്റിയില്ല, ഞാനതുകൊണ്ട് ഇങ്ങനെ രീതിയിൽ. പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീകളും പല രീതിയിൽ സ്കിൽഡ് ജോബ്സ് ആണെങ്കിലും സ്കില്ലായിട്ടാണെങ്കിലും പല ബിസിനസ് ചെയ്തിട്ടാണെങ്കിലും അവരെല്ലാം ഉയരുന്നവരുണ്ട്, അല്ലെ? പിന്നെ വിദ്യാഭ്യാസം നേടി അതിലും ഉയരുന്നവരുണ്ട്. അപ്പൊ സ്ത്രീകളെ എത്രത്തോളം പിടിച്ചു വെക്കാനും എത്രത്തോളം, അല്ലെ, അബലരാക്കാനും നോക്കിക്കഴിഞ്ഞാലും അവര് പ്രബലരായിട്ട് വളർന്നു വരുന്ന സ്ത്രീകളാണ് നമ്മുടെ സമൂഹത്തിനുള്ളിൽ ഉള്ളത്. പക്ഷെ നമ്മളെ തലത്തിൽ അറിയാൻ പറ്റുന്നത് എന്തുകൊണ്ടൊക്കെയാ? ഈ സ്ത്രീധനം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അമ്മായിപ്പന്റെ അമ്മായിമ്മയുടെയും പോരുകള്, നാത്തൂൻ പോര്, ഇതുകൊണ്ടൊക്കെയാ നമ്മളെ സ്ത്രീകളെ തളർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുടുംബത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. അതും അല്ലെങ്കിൽ നമ്മളെ പോലെ, അല്ലെ, നമ്മളെ പോലെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള, എന്ന് വെച്ചിട്ട് മസിലിന്റെ കാര്യമല്ലാട്ടോ പറയണത്, അല്ലെ? മനസ്സുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള, എന്തും ചെയ്യാൻ വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ, ഏത് രാത്രി വരേക്കും ഉറങ്ങാതിരുന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? എത്രത്തോളം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ത്രീകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ആണുങ്ങളൊക്കെ എത്ര മസ്കുലിൻ നേച്ചർ എന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ വരുന്ന തളർന്നു പോകും, അല്ലെ? കുറച്ച് നാള് ജോലിക്ക് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പ് പറയുമ്പോ അയ്യോ പറ്റുന്നില്ല എന്ന് പറയാൻ പറ്റും. സ്ത്രീകളുടെ പ്രത്യേകത എന്താ? ഏതൊരു സ്ഥലത്തും കടിച്ചു പിടിച്ച് നിൽക്കാൻ ഉള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് വഴി എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് മാറ്റം വരാൻ പറ്റുന്നത്? എഡ്യൂക്കേഷൻ ഈസ് എ ബേസിക് ഹ്യൂമൻ റൈറ്റ് ഫോർ ഓൾ. അതാണ് ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ട ഒരു ബേസിക് നീഡാണ്. അത് മാത്രമല്ല, സ്ത്രീകളിലെ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ സോഷ്യലി ഡെവലപ്പ് ചെയ്യാണ്, സൊസൈറ്റി തന്നെ ഡെവലപ്പ് ചെയ്യാണ്. അവർക്ക് വേണ്ട, അല്ലെ, സൊസൈറ്റിക്ക് വേണ്ട ഡെവലപ്മെന്റ് തന്നെ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ കൊണ്ട് വരുന്നു. മാറ്റങ്ങൾ വരുന്നു, ഫാമിലിയിൽ മാറ്റം വരുന്നു, സൊസൈറ്റിയിൽ മാറ്റം വരുന്നു. കുറെ പെൺപിള്ളേരുടെ എന്താ അബോർഷൻസ് ഒരു പരിധി വരെ ഒഴിവാക്കാനും, ഡൗറി ഒക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാനും, ചൈൽഡ് മാരേജ് ഒക്കെ ഒഴിവാക്കാനും ഒക്കെ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് സാധിക്കുന്നു. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വുമൻസ് എഡ്യൂക്കേഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു വുമൻസ് എഡ്യൂക്കേഷനെ അഫക്ട് ചെയ്യുന്നത് നോക്കാം, അല്ലെ?
social and economical factors. Socialization with the family, early marriage, poverty, distance of school from home, bias in curriculum, bias in teachers' attitude. അപ്പൊ നോക്കിക്കേ, ഒരു കൊച്ചിന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ എഡ്യൂക്കേഷൻ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു അല്ലെ? സോഷ്യലൈസേഷൻ വിത്തിൻ ദ ഫാമിലി, ഏർലി മാരേജ്, പൊവേർട്ടി അല്ലെ? പക്ഷെ ഇപ്പൊ പല സ്ഥലങ്ങളിലും ഫ്രീ ഓഫ് എഡ്യൂക്കേഷൻ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന സ്കീം തന്നെ വന്നത് ഫ്രീ ഓഫ് എഡ്യൂക്കേഷനും കൊണ്ടാണ്. അതായത് നമ്മുടെ കേരളത്തിലൊക്കെ ആയിരുന്നെങ്കിൽ പണ്ട് കാലത്തെ അല്ലെ ഗവൺമെന്റ് സ്കൂളിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആയിരുന്നു പെൺപിള്ളേർക്ക്. അതുപോലെ തന്നെ 8ാം ക്ലാസ് വരെ നമുക്ക് ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഫ്രീ ആയിരുന്നു, ഫുഡ് ഫ്രീ ആയിരുന്നു. ഇതൊക്കെ പെൺപിള്ളേരെ ശാക്തീകരിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് വന്നതാ. അതുകൊണ്ട് തന്നെ എന്താ ഇപ്പൊ എല്ലാ വീട്ടിലുള്ള കുടുംബത്തുള്ള എല്ലാവർക്കും, എല്ലാ പെണ്ണുങ്ങൾക്കും എഡ്യൂക്കേഷൻ. ഇതുകൊണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ, ആണുങ്ങൾക്ക് എന്താ ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങളെ കിട്ടുന്നില്ല. കാരണം എന്താ? ആണുങ്ങൾക്ക് വിദ്യാഭ്യാസം 10ാം ക്ലാസ്സും പ്ലസ് ടു ഉള്ളൂ. പെൺപിള്ളേരൊക്കെ മിനിമം ഡിഗ്രി ഉള്ളവരായി ഇപ്പൊ. ഓക്കെ. ആൻഡ് ദെൻ ഡിസ്റ്റൻസ് ഓഫ് സ്കൂൾ ഫ്രം ഹോം. പണ്ട് കാലത്തായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തില് ഇങ്ങനെ ചുറ്റിനും ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു 3-4 സ്കൂളുകളെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇപ്പോഴും കേരളത്തിന് പുറത്ത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ നന്നായി ബാധിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് ഓഫ് സ്കൂൾ ഫ്രം ഹോം. ആൻഡ് ദെൻ ബയാസ് ഇൻ കരിക്കുലം അല്ലെ? ബയാസ് ഇൻ ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ്. ഈ കരിക്കുലത്തിലാണെങ്കിലും ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡിലാണെങ്കിലും ഇവർക്ക് പറ്റുന്നില്ല എങ്കിൽ ആ ഒരു എഡ്യൂക്കേഷനിൽ ഇവർ നിൽക്കില്ല. അപ്പൊ എന്തൊക്കെയായിരുന്നു ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നത്? ഏർലി മാരേജ്, പോവേർട്ടി, ഡിസ്റ്റൻസ് ഓഫ് സ്കൂൾ ഫ്രം ഹോം, ബയാസ് ഇൻ കരിക്കുലം, ബയാസ് ഇൻ ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ്. ഇനി എക്കണോമിക് ഡെവലപ്മെന്റ്. എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞിരുന്നത് സ്ത്രീനെ ശാക്തീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കണം? എഡ്യൂക്കേഷനിലായിരിക്കണം, സോഷ്യലായിരിക്കണം ആൻഡ് എക്കണോമിക്കലായിരിക്കണം. ഈ 3 രീതിയിലും ഇവള് ശാക്തീകരിക്കപ്പെട്ടാലാണ് സ്ത്രീ ശാക്തീകരണം അവിടെ പൂർണ്ണമാവുകയുള്ളൂ അല്ലെ? ആൻഡ് ദെൻ അപ്പൊ എന്തൊക്കെയാണ് എക്കണോമിക് ഡെവലപ്മെന്റ് നോക്കാം. എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് വിൽ ബ്രിങ് എ ചേഞ്ച് ഇൻ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദി വുമൻ. കറക്റ്റ് അല്ലേ? നന്നായി പഠിച്ച ജോലിയുണ്ട്, ജോലിക്ക് പോയ പണമുണ്ട്. Economic empowerment increases women's access to economic resources and opportunities, including jobs, financial services, property, and other productive assets, skills, development, and market information. അപ്പൊ എന്തൊക്കെയായിരുന്നു? ഒരു എക്കണോമിക് എംപവർമെന്റ് വഴി അല്ലെങ്കിൽ ഒരു അല്ലെ ഫിനാൻഷ്യലി ഒരു ശാക്തീകരണം വഴി എന്തൊക്കെ ഒരു സ്ത്രീക്ക് അവളുടെ അല്ലെ അവൾക്ക് ഒരു കാര്യങ്ങള് എന്തെങ്കിലും അവൾക്ക് വാങ്ങണമെങ്കിൽ എന്തെങ്കിലും അവൾക്കൊരു ഫിനാൻഷ്യലി അവൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി വേണമെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല അല്ലെ? അതേപോലെ തന്നെ ജോലി ആയിക്കോട്ടെ, എന്തെങ്കിലും ഫിനാൻഷ്യൽ സർവീസ് ആയിക്കോട്ടെ, പ്രോപ്പർട്ടി മാനേജ് ചെയ്യണതായിക്കോട്ടെ, എന്തെങ്കിലും ബാക്കിയുള്ള ഇപ്പൊ നമുക്കൊരു സ്ഥലം വാങ്ങണം അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണം, ഒരു കാറ് വാങ്ങണം, ഇതിനൊന്നും ഒരു എക്കണോമിക് എംപവേർഡ് ആയിട്ടുള്ള ഒരു വുമന് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? അവള് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. To raise the economic level of women, women's development corporation are playing an important role in providing employment opportunities to women. ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഒരു സ്ത്രീയുടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് തന്നെ ഇപ്പൊ എല്ലാ ഫീൽഡിലും അല്ലെ സ്ത്രീകൾക്കുള്ള ജോലികളുണ്ട്. എല്ലായിടത്തും സ്ത്രീകൾക്കുള്ള ജോലികള് അല്ലെ? വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോലികളെല്ലാം തുറന്നു കിടക്കുവാണ് അല്ലെ? ആൻഡ് ദെൻ എസെൻഷ്യൽ ഫോർ ദി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി. ഇങ്ങനെ ജോലിക്ക് പോയി അവളൊരു ഫിനാൻഷ്യലി മെച്ചപ്പെടുന്നത് വഴി ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുന്നത് അല്ലെ? അപ്പൊ നല്ല ഒരു സ്ത്രീ ഒരു കുടുംബത്ത് ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ഫിനാൻസ് വരുമ്പോൾ ആ കുടുംബം തന്നെ രക്ഷപ്പെടുന്നു. അവർ പുതിയ വീട് വെക്കുന്നു. എന്തോരം പെൺപിള്ളേരാണ് നേഴ്സിംഗും പഠിച്ച് പുറത്തു പോയിട്ട് പുതിയ വീട് വെക്കുന്നത്, കാറ് വാങ്ങുന്നത്. അവരെ തന്നെ കെട്ടിച്ചു വിടുന്നത് അവര് തന്നെയായിരിക്കും അല്ലെ? അപ്പൊ എന്തൊക്കെ രീതിയിലാണ് ഒരു സ്ത്രീ ശാക്തീകരണം ഉണ്ടാവുന്നത് നോക്കി. അപ്പൊ എന്തൊക്കെയായിരുന്നു എക്കണോമിക് ഡെവലപ്മെന്റ്? എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് വിൽ ബ്രിങ് എ ചേഞ്ച് ഇൻ എക്കണോമിക് കണ്ടീഷൻസ്. എക്കണോമിക് എംപവർമെന്റ് ഇൻക്രീസസ് വുമൻസ് ആക്സസ് ടു എക്കണോമിക്
റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്ലൂഡിങ് ജോബ്സ്, ഫിനാൻഷ്യൽ സർവീസസ്, അല്ലെ? ഒരു ഒരു എക്കണോമിക് എംപവർമെന്റ്, ഒരു ഫിനാൻഷ്യലി ഒരു സ്ത്രീ ശാക്തീകരിക്കപ്പെടുമ്പോൾ അവൾക്കുടെ മുന്നിലുള്ള സാധ്യതകൾ തുറക്കുവാണ്. അവൾക്ക് ആരുടെയും മുന്നിൽ കൈനീട്ടി നിൽക്കണ്ട. അവൾക്ക് ആവശ്യത്തിനുള്ള സാധ്യതകൾ മുന്നിൽ തുറക്കുവാണ്. സോ അവൾക്ക് അവളുടെ ആവശ്യങ്ങൾ അവൾ തന്നെ ചെയ്യാം, അല്ലെ? And then raise the economic level of women. Women Development Corporation are playing an important role in providing employment opportunities to women. So it is essential for the sustainable development of community that the women should be empowered and developed socially, educationally, politically, and economically. നാഷണൽ പോളിസി ഫോർ ദി എംപവർമെന്റ് ഓഫ് വുമൻ. കുറച്ച് നാഷണൽ പോളിസികൾ വന്നിട്ടുണ്ട് ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി മാത്രം വന്നിരിക്കുന്ന കുറെ നാഷണൽ പോളിസികൾ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ഇൻ വ്യൂ ഓഫ് ദി കൺട്രീസ് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് വുമൻ, ദ നാഷണൽ പോളിസി ഫോർ ദി എംപവർമെന്റ് ഓഫ് വുമൻ വാസ് ഫോർമുലേറ്റഡ് ഇൻ 2001. 2001 ഒരു വുമൻ എംപവർമെന്റ് എന്നുള്ള ഒരു നാഷണൽ പോളിസി തന്നെ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. വുമൻ എംപവർമെന്റ് എന്നിട്ടാ. ഓക്കെ, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഏത് വർഷമായിരുന്നു? 2001. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് വുമൻ ഈക്വാലിറ്റി ഇൻ പവർ ഷെയറിംഗ് ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു കുടുംബത്തിലെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ, തീരുമാനിക്കണമെങ്കിൽ ആ കുടുംബത്തിലെ സ്ത്രീയും കൂടെ അറിഞ്ഞിരിക്കണം, സ്ത്രീയുടെയും കൂടെ സ്ത്രീയും കൂടെ അഡ്വൈസ് വാങ്ങിക്കണം എന്നുള്ള, അല്ലെ? അതല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിന്റെ തീരുമാനങ്ങൾ വരേക്കും മറ്റുള്ളവരായിരുന്നു കുടുംബത്തിലെ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയല്ല, ഒരു കുടുംബത്തിന്റെ ഒരു 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 ആണും പെണ്ണും ഷെയർ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്, അല്ലെങ്കിൽ ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആണുങ്ങൾ മാത്രമല്ല തീരുമാനിക്കേണ്ടത്, പെണ്ണുങ്ങളും കൂടെ ഒരു തീരുമാനം വേണം. കാരണം എന്താ? അവിടെ ആ പെണ്ണിന് വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടെങ്കിൽ അവളും കൂടെ ആ കുടുംബത്തിനെ താങ്ങി നിർത്താൻ ആ സ്ത്രീയും കൂടെ പാടുപെടുന്നുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിന്റെ ഡിസിഷൻ എടുക്കുന്നത് ഒരു പുരുഷൻ മാത്രമല്ല വേണ്ടത്, സ്ത്രീയും പുരുഷനും കൂടെ ഒരുമിച്ച് എടുക്കണം. അത് 2001 വന്ന വുമൻ എംപവർമെന്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാർട്ടിസിപ്പേഷൻ ആയിട്ട് സ്ത്രീയും കൂടെ ചെയ്യണം, അല്ലെ? സ്ത്രീക്ക് താല്പര്യമില്ലാത്തൊരു ഡിസിഷൻ അവിടെ മേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ? ആൻഡ് ദെൻ അടുത്ത ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് സോഷ്യൽ എംപവർമെന്റ് ഓഫ് വുമൻ, അല്ലെ? എക്കണോമിക്കലി ആൻഡ് സോഷ്യലി സ്ത്രീനെ ശാക്തീകരിക്കപ്പെടുക. അതായത് അവള് ആ ഒരു സ്ത്രീ എക്കണോമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. അവൾക്ക് നാളെ, അല്ലെ, ജോലിക്ക് പോയി കഴിഞ്ഞിട്ടും അല്ലെ, ഓർത്ത് നോക്കി, ജോലിക്ക് പോകും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, അവള് ജോലിക്ക് പോകും, പൈസ മുഴുവനും ഹസ്ബൻഡിന്റെ ഫാദറിന്റെ ബാങ്കിലോട്ട് പോകും. ജോലിക്ക് പോകുന്നു, പൈസ മുഴുവനും ഹസ്ബൻഡിന്റെ ഫാദറിന്റെ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതൊരു രീതിയായിരുന്നു, അതൊരു റുട്ടീൻ ആയിരുന്നു അവരുടെ അവിടെ. ലാസ്റ്റ് പ്രശ്നങ്ങളെല്ലാം വന്ന് 3 വർഷം ആള് ഒരുമിച്ച് ജീവിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഡിവോഴ്സ് ആയി. അപ്പൊ ഈ 3 വർഷം അവള് ഒരുമിച്ച് ജീവിച്ച് ഈ ഹസ്ബൻഡിന്റെ ഫാദറിന്റെ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത പൈസയൊക്കെ പല രീതിയിൽ ചെലവായിരുന്നു. അത് ആൾക്ക് നഷ്ടം. ഒന്ന് ഓർത്ത് നോക്കി, ഒരു സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് സ്ത്രീനെ ഫിനാൻഷ്യലി, എക്കണോമിക്കലി, അല്ലെങ്കിൽ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ശാക്തീകരിക്കപ്പെടുത്തുക എന്ന് മാത്രമാണ്. അതല്ലാതെ സ്ത്രീയെ ശാക്തീകരിക്കപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് ആണുങ്ങള് പോക്കറ്റിലേക്ക് പൈസ ഇടുന്നതിനെയല്ല സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്, അല്ലെ? എ കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് സോഷ്യൽ എംപവർമെന്റ് ഓഫ് വുമൻ, ദ അഡ്വാൻസ്മെന്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് എംപവർമെന്റ് ഓഫ് വുമൻ ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ലൈഫ്, അല്ലെ? ഒരു ജീവിതം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതത്തിന്റെ എല്ലാ ഏരിയാസിലും അവൾ എന്തായിരിക്കണം? അവൾ ഡെവലപ്ഡ് ആയിരിക്കണം, അല്ലെ? അവള് ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ടാവണം. അതായത് ഒന്ന് ഓർത്ത് നോക്കി, നല്ല പഠിപ്പുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കഴിഞ്ഞില്ലേ? പഠിപ്പൂല, ജോലിയില്ല, എന്നാ ഫിനാൻസ് നന്നായി കൈകാര്യം ചെയ്യുന്ന ചില സ്ത്രീകളുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, പണ്ട് കാലത്ത് ആണുങ്ങൾ ജോലിക്ക് പോകുന്നു, പൈസ കൊണ്ടു കൊടുക്കുന്നത് സ്ത്രീകളുടെ കയ്യിലോട്ടായിരിക്കും, അവര് എല്ലാം മാനേജ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ? എല്ലാ രീതിയിലും നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു ഡിസിഷൻ എടുക്കാൻ, നമ്മൾക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റിനും അല്ലെങ്കിൽ എംപവർമെന്റിനും ഈ ഒരു അല്ലെ, ദ അഡ്വാൻസ്മെന്റ് ഓഫ്
ഡെവലപ്മെന്റ് ആൻഡ് എംപവർമെന്റ് ഓഫ് വുമൻ ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ലൈഫ്. അല്ലെ, എല്ലാ രീതിയിലും സ്ത്രീകളെ ഡെവലപ്പ് ചെയ്യുക അവരുടെ ലൈഫിലെ എല്ലാ രീതിയിലും. അതായത് എഡ്യൂക്കേഷൻ ഉണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, ഹെൽത്ത് ഇല്ല എന്ന് ഓർത്ത് നോക്കിയേ. അല്ലെ, എഡ്യൂക്കേഷൻ ഉണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, ഒരു ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ല. അങ്ങനെയല്ല, എല്ലാ രീതിയിലും അവരെ ശാക്തീകരിക്കപ്പെടാം. സ്ട്രെങ്തനിങ് ആൻഡ് ഫോർമേഷൻ ഓഫ് റിലവന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ്. അല്ലെ, എന്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ് സ്ട്രെങ്തൻ ചെയ്യുക ആൻഡ് ഫോർമുലേറ്റ് ചെയ്യുക. പാർട്ട്ണർഷിപ്പ് വിത്ത് കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാംസ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാംസിലൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് എന്തിനു വേണ്ടിയിട്ടാ? വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ടാ. ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസ് ആൻഡ് കോപ്പറേഷൻസ് അറ്റ് ഇന്റർനാഷണൽ, റീജിയണൽ ആൻഡ് സബ് റീജിയണൽ ലെവൽസ്. ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസ്. അല്ലെ, ഇംപ്ലിമെന്റ് ചെയ്യുക എന്ത് ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസും, അതേപോലെ തന്നെ ഓപ്പറേഷൻസ് ഓഫ് അറ്റ് ഇന്റർനാഷണൽ റീജിയൻ, ഇന്റർനാഷണലി ആയിക്കോട്ടെ, റീജിയണലി ആയിക്കോട്ടെ, സബ് റീജിയണൽ ലെവൽസിലായിക്കോട്ടെ, ഈ ഒരു വുമൺ എംപവർമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക. അല്ലെ, ഇതെല്ലാം ചെയ്യുക. ആൻഡ് ദെൻ മോർ റെസ്പോൺസീവ് ജുഡീഷ്യൽ ലീഗൽ സിസ്റ്റം ദാറ്റ് ആർ സെൻസിറ്റീവ് ടു വുമൻസ് നീഡ്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഈ ഒരു 2001 വന്ന വുമൺ എംപവർമെന്റ് എന്നുള്ള ആ ഒരു പോളിസിയുടെ അണ്ടറിൽ വന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? 2001 വുമൺ എംപവർമെന്റ് എന്ന് പറയുന്ന പോളിസി വന്നത്. ഏതാ വർഷം? 2001. എന്തായിരുന്നു 2001 വന്നത്? സ്ത്രീ ശാക്തീകരണം. അല്ലെ, ആ സ്ത്രീ ശാക്തീകരണത്തിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. അതെന്തൊക്കെയായിരുന്നു? വുമൺ ഇക്വാലിറ്റി ഇൻ പവർ ഷെയറിംഗ് ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ in decision making, comprehensive economic and social empowerment of women, the advancement, development and empowerment of women in all spheres of life, strengthening and information of relevant institutional mechanisms, partnership with community-based programs, implementation of international obligations and cooperation at international, regional and sub-regional levels, more responsive judicial legal systems that are sensitive to women's need. ഇനി പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് ഫോർ വുമൺ എംപവർമെന്റ്. അല്ലെ, ഒരു സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രോഗ്രാമുകളും സ്കീമുകളുമാണ് പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം. ഇത് നമുക്ക് ഈ അടുത്ത് നല്ല കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം ഇറങ്ങിയിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലത്തെ കാര്യമല്ല, കേരളത്തിൽ വളരെ കുറവാണ്. കേരളത്തിൽ ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി കൂടി 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 ആകാശത്തെത്തിയത് കൊണ്ട് എന്ത് ഈ പെൺപിള്ളേരെ നോക്കി കൊല്ലുന്ന, അല്ലെങ്കിൽ USC ചെയ്ത് കഴിഞ്ഞിട്ട് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അബോർഷൻ ചെയ്ത് വരുന്ന ആ ഒരു ഇതൊന്നും നമ്മുടെ കേരളത്തിൽ അത്ര വലുതായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ കാണുന്നില്ല എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് അൺവാണ്ടഡ് പ്രഗ്നൻസീസിന്റെ അബോർഷൻസ് ആണ്. അതല്ലാതെ പെൺകുട്ടിയാണെങ്കിൽ അബോർഷൻ ചെയ്യണം എന്നുള്ള ഒരു രീതിയൊന്നും നമ്മുടെ കേരളത്തിലില്ല. പക്ഷെ കേരളത്തിന്റെ പുറത്ത്, അല്ലെ, നിങ്ങൾ കണ്ടിട്ടില്ലേ കഴിഞ്ഞ 2 മാസമായിട്ടുള്ള ഒരു ഇത് അടുപ്പിച്ച് ഒരു, അതായത് എന്തായിരുന്നു, ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് ജനിക്കുന്നതെല്ലാം പെൺപിള്ളേര്. ഈ പെൺപിള്ളേരാണെന്നും പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ 4മത്തെ അങ്ങോട്ട് പെൺകുട്ടി ഉണ്ടായി. 3 പെൺകുട്ടികളെ അവർക്ക് ഓൾറെഡി ഉണ്ട്. അപ്പം ആ കുട്ടികൾ അവരുടെ കൂടെ ജീവിക്കുന്നുമുണ്ട്. 4മത് എന്നും പക്ഷെ വഴക്കാണ്. 4മത് പെൺകുട്ടി ഉണ്ടായപ്പോ ഈ അമ്മ കൊന്നു കളഞ്ഞു. അത് ന്യൂസ് അറിഞ്ഞായിരുന്നോ? എന്തുകൊണ്ടാ? ഭർത്താവിന്റെ ഇടിയും പേടിച്ചിട്ട്. അവിടെ വുമൺ എംപവർമെന്റിന് എന്ത് പ്രാധാന്യം? ആ ഒരു സ്ത്രീക്ക് ആവശ്യത്തിനുള്ള എഡ്യൂക്കേഷനോ ജോലിയോ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീയുടെ മക്കളെ അവർക്ക് നോക്കാൻ പറ്റുമായിരുന്നു. ഒരു പുരുഷന്റെ അടിയിൽ നിന്ന്, അല്ലെ, പുരുഷന്റെ അണ്ടറിൽ നിന്ന് സ്വന്തം കുഞ്ഞിനെ കൊന്നു കളയേണ്ട ആവശ്യം ആ സ്ത്രീക്ക് ഇല്ലായിരുന്നു. അപ്പൊ ഓർത്ത് നോക്കിയേ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ഒരു സ്കീം വന്നത് ഈ ഒരു ഫീമെയിൽ, അല്ലെ, ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, അല്ലെങ്കിൽ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെൺപിള്ളേരുടെ കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളയുന്ന ആ ഒരു രീതി മാറ്റാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു സ്കീമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. കുട്ടീനെ രക്ഷിക്കൂ, അല്ലെ, പെൺകുട്ടീനെ രക്ഷിച്ച് പഠിപ്പിക്കൂ, അവളും പറക്കട്ടെ. നിങ്ങൾ കണ്ടിട്ടില്ലേ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോന്റെ പരസ്യങ്ങള് നമ്മുടെ ടിവിയിലൊക്കെ കാണിക്കുന്നത്? പക്ഷെ ഒരു പരിധി വരെ ഈ ഒരു സ്കീം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും എന്ത് പെൺപിള്ളാരുടെ ആ ഒരു പെൺകുഞ്ഞുങ്ങളുടെ, അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങളുടെ ഭ്രൂണഹത്യ ഒഴിവാക്കുന്ന ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? പെൺകുട്ടീനെ പഠിപ്പിച്ച പൈസ ഇങ്ങോട്ട് കിട്ടും എന്നുള്ള രീതി വന്നപ്പോൾ ഒരു പരിധി വരെ ഫീമെയിൽ ഇൻഫാന്റിസൈഡ് ഒരു പരിധി വരെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. എന്തായിരുന്നു? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഈ ഒരു
സ്കീം എന്ന് പറയുന്നത് സെൻസസ് ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ 2011 വന്ന സെൻസസ് പ്രകാരമുള്ള കാര്യമാണ് കേട്ടോ പറയണേ. ഡാറ്റ ഷോഡ് എ സിഗ്നിഫിക്കന്റ് ഡിക്ലൈൻ ട്രെൻഡ് ഇൻ ദി ചൈൽഡ് സെക്സ് റേഷ്യോ between 0 to 6 years with the all-time low of 918 to ensure survival, protection, empowerment of the girl child. The government launched the Beti Bachao Beti Badhao on 22nd January 2015 at Panipat in Haryana. നോർത്തൊക്കെ 2011 ഒരു വുമൻ അല്ലെങ്കിൽ ഒരു റേഷ്യോ അല്ലെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ഒന്ന് ഓർത്തുനോക്കി, വളരെ ഒരു സ്ത്രീകളുടെ റേഷ്യോ എന്ന് പറയുന്നത് പുരുഷന്മാരെക്കാട്ടിലും സ്ത്രീകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ട് കുറയുന്നു? സ്ത്രീകളുടെ എണ്ണം ഇത്രത്തോളം ക്രമാതീതമായി എന്തുകൊണ്ട് കുറയുന്നു? എന്നാൽ ഡെലിവറി ബർത്തുകളൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസി രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ പെൺപിള്ളേരുടെ ബർത്ത് റേറ്റ് വളരെ കുറവാണ്. അതെന്തുകൊണ്ടെന്നുള്ള ഒരു ഇതിൽ നിന്ന് ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് എന്തായിരുന്നു? ഫീമെയിൽ ഇൻഫാന്റിസൈഡ് അല്ലെ, ഫീമെയിൽ ഭ്രൂണഹത്യ. ഒരു പെൺകുഞ്ഞാണെങ്കിൽ ഭ്രൂണഹത്യ വളരെ കൂടുതലാണ്. അതായത് പെൺകുഞ്ഞിനെ ഈ ലോകത്തിലേക്ക് തന്നെ പ്രസവിച്ചിടാൻ ഒരു മാതാപിതാക്കളും തയ്യാറാവുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം 2011 മനസ്സിലായപ്പോ 2015 ഈ നരേന്ദ്രമോദി പാനിപ്പറ്റ് ഹരിയാന എന്ന് പറയുന്ന സ്ഥലത്ത്, ഹരിയാനയിലെ പാനിപ്പറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഇൻഫാന്റിസൈഡ് ഉള്ള സ്ഥലമാണ് കേട്ടോ ഈ ഹരിയാന. ഹരിയാനയിലെ പാനിപ്പറ്റിലാണ് ഈ ഒരു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന സ്കീം തന്നെ ഇംപ്ലിമെന്റ് ചെയ്തത്. എന്നായിരുന്നു? 2015 ജനുവരി 22-ന്. എന്നായിരുന്നു? 2015 ജനുവരി 22-നാണ് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന സ്കീം ഹരിയാനയിലെ ഇൻ പാനിപ്പറ്റില് നരേന്ദ്രമോദി ഇംപ്ലിമെന്റ് ചെയ്യണത്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രിവെന്റ് ഫീമെയിൽ ഇൻഫാന്റിസൈഡ്. ആൻഡ് എന്തിനു വേണ്ടിയിട്ട്? അത് മാത്രമാണോ? ഈ ഒരു സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ഉയർത്താൻ വേണ്ടിയിട്ട്, പെൺപിള്ളേരുടെ കൊലപാതകങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. It is a tri-ministerial effort of Ministries of Women and Child Development and Health and Family Welfare and Human Resources Development. ഇതെന്ന് പറയുന്നത് മൂന്ന് മിനിസ്ട്രിയുടെ ഒരു എഫേർട്ട് ആണ്. എന്തൊക്കെയായിരുന്നു? മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് 1, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ 2, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഈ 3 പേരുടെയും ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് ആര് വന്നത്? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. എന്തൊക്കെയായിരുന്നു? മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കീം എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഈ ബേട്ടി ബച്ചാവോ ആൻഡ് ബേട്ടി പഠാവോ? ടു പ്രിവെന്റ് ജെൻഡർ ബയാസ്ഡ് സെക്സ് സെലക്റ്റീവ് എലിമിനേഷൻ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പെൺകുട്ടിയാന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ അങ്ങ് അബോർട്ട് ചെയ്ത് കളയാം. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു എൻഷുർ സർവൈവൽ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദി ഗേൾ ചൈൽഡ്. ഒരു കുട്ടിനെ ഒരു പെൺകുഞ്ഞിനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ 9 മാസം ചുമക്കാനും അത് കഴിഞ്ഞ് പ്രസവിക്കാനും ആ കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യാനും ആ കൊച്ചിന് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും ജീവിത സാഹചര്യം കൊടുക്കാനും വേണ്ടിയിട്ട് അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ വന്നത്. And then to ensure education and participation of the girl child. ഞാൻ പറഞ്ഞായിരുന്നു, ഒരു കുട്ടിയുടെ ഒരു ഫീമെയിൽ ആണെങ്കിൽ ആ കുട്ടീനെ അബോർഷൻ ചെയ്ത് കളയാതെ ആ കുട്ടീനെ പ്രസവിക്കുക, നല്ല രീതിയിൽ അതിനെ വളർത്താം. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സ്കീമാണ് എന്ത്? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. എന്നാണ് വന്നത്? 2015. ഏതാണ് മാസം? ജനുവരി 22-ന്. എവിടെയാണ് വന്നത്? ഹരിയാന പാനിപ്പറ്റില്. ആരാണ് കൊണ്ടുവന്നത്? നരേന്ദ്രമോദി. ഇത് ഏതൊക്കെ മിനിസ്ട്രിയുടെ എഫേർട്ട് കൊണ്ടാണ് വന്നത്? മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ്. ഇവരുടെ 3 പേരുടെ ഭാഗമായിട്ടാണ് വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, ഫീമെയിൽസിന്റെ അബോർഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഈ പിള്ളേരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിള്ളേരെ വളർത്തി ഒരു പരിധി വരെ അവരെ സംരക്ഷിച്ച് അവരെ വളർത്താൻ വേണ്ടിയിട്ട് വന്ന ഒരു സ്കീമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. വൺ സ്റ്റോപ്പ് സെന്റർ സ്കീം. വൺ സ്റ്റോപ്പ് സെന്റർ സ്കീം. ഓക്കെ, അടുത്തത് എന്തായിരുന്നു? വൺ സ്റ്റോപ്പ് സെന്റർ സ്കീം. സഖി വൺ സ്റ്റോപ്പ് സെന്റർ. സഖി വൺ സ്റ്റോപ്പ് സെന്റർ. ഇനി ഈ വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് ആർ ഇന്റൻഡഡ് ടു സപ്പോർട്ട് വുമൻ അഫക്റ്റഡ് ബൈ വയലൻസ് ഇൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സ്പേസസ്, within the family, community
ആൻഡ് അറ്റ് ദ വർക്ക് പ്ലേസ്. ഈ ഒരു വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഈ സ്ത്രീകൾക്ക് എന്തെങ്കിലും വയലൻസ് അഫക്ട് ചെയ്തു, അല്ലെങ്കിൽ അത് ആ വയലൻസ് എന്ന് പറയുന്നത് സ്ത്രീകളോടുള്ള ആ ഒരു വയലൻസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിലായിക്കോട്ടെ, പബ്ലിക് സ്പേസിലായിക്കോട്ടെ, അല്ലെ, ഒരു ഫാമിലിയുടെ ഉള്ളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ തന്നെ ജോലി സ്ഥലത്താണ് അവർക്ക് ഒരു വയലൻസ് പെട്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്ന സംഭവം വന്നത്. മിനിസ്റ്റർ ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ഈ ഒരു വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്തത്. ഓക്കെ, എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ഫോർ സെറ്റിംഗ് അപ്പ് വൺ സ്റ്റോപ്പ് സെന്റർ, എ സബ് സ്കീം ഓഫ് അംബർല സ്കീം ഫോർ നാഷണൽ മിഷൻ ഫോർ എംപവർമെന്റ് ഓഫ് വുമൻ ഇൻക്ലൂഡിംഗ് ഇന്ദിരാ ഗാന്ധി മാതൃദേവ് സഹ്യയോഗ് യോജന. അമ്മേ, അപ്പൊ എന്തൊക്കെയായിരുന്നു ഡെവലപ്മെന്റ് ഓഫ്, അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വുമന് വയലേഷൻ വന്നു, അല്ലെ, അവരുടെ പ്രൈവറ്റ് ഒരു സ്ഥലത്ത് ആ ഒരു സ്ഥലത്ത് പെൺപിള്ളേരെ അടച്ചിട്ടു, അല്ലെങ്കിൽ ഉപദ്രവിച്ചു, അങ്ങനെ ആയിക്കോട്ടെ, പബ്ലിക് സ്പേസസിലായിക്കോട്ടെ, വിത്തിൻ ദ ഫാമിലി ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ, വർക്ക് പ്ലേസിലായിക്കോട്ടെ, അങ്ങനെ ഒരു വയലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ വുമനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൺ സ്റ്റോപ്പ് സെന്റർ വന്നിരിക്കുന്നത്. കൂടാതെ ഈ ഒരു, അല്ലെ, മിനിസ്റ്റർ ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് കുറച്ച് കൂടാതെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള വേറെ കാര്യങ്ങളാണ് പറയുന്നത്. സ്പോൺസേർഡ് സ്കീമിന്റെ കാര്യമാണ് പറയുന്നത്. എ സബ് സ്കീം ഓഫ് അംബർല സ്കീം ഫോർ നാഷണൽ മിഷൻ ഫോർ എംപവർമെന്റ് ഓഫ് വുമൻ ഇൻക്ലൂഡിംഗ് ഇന്ദിരാഗാന്ധി മാതൃദേവ് സഹ്യയോഗ് യോജന. അതായത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ് ഈ ഇന്ദിരാഗാന്ധി മാതൃദേവ് സഹ്യയോഗ് യോജന എന്ന് പറയുന്നത്. ഈ ഒരു OSC ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഓക്കെ, ആൻഡ് ദെൻ പോപ്പുലർലി നോൺ ആസ് സഖി. ഈ നമ്മളുടെ ഈ പറഞ്ഞല്ലോ ഈ ഇന്ദിരാഗാന്ധി മാതൃദേവ് സഹ്യയോഗ് യോജന എന്ന് പറയുന്നതിനെയാണ് സഖി എന്ന് പറയുന്നത്. ഓക്കെ, സഖി. അപ്പൊ നിങ്ങൾ അറിയണം സഖി എന്ന് പറയുന്ന അതിന്റെ വേറൊരു പേര് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. എന്ത്, റീപ്ലേസ്ഡ് ബൈ ദ നെയിം ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം എന്തായിരുന്നു? ഇന്ദിരാഗാന്ധി മാതൃദേവ് സഹ്യയോഗ് യോജന. ഇന്ദിരാഗാന്ധി മാതൃദേവ് സഹ്യയോഗ് യോജന എന്താണ്? സഖി. ഈ സ്കീം വന്നത് 2015 ഏപ്രിൽ 1-നാണ്. ഓക്കെ, these centers are being established across the country to provide integrated support and assistance under one roof to women affected by violence. അതായത് ഞാൻ പറഞ്ഞായിരുന്നു ഈ OSC അല്ലെങ്കിൽ വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇത് വന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും വയലൻസ് അനുഭവപ്പെട്ട, അത് റേപ്പ് ആവാം, അത് കൊലപാതക ശ്രമമാവാം, മോഷണ ശ്രമമാവാം, അല്ലെ, അതല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് ആവാം, അല്ലെ, മെന്റൽ അസോൾട്ട് ആവാം. ഈ രീതിയിലൊക്കെ സ്ത്രീകളെ ഒരു വയലൻസിന് ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈവറ്റിലായിക്കോട്ടെ, അതായത് പ്രൈവറ്റ് സ്പേസസിലായിക്കോട്ടെ, പബ്ലിക് സ്പേസസിലായിക്കോട്ടെ, വിത്തിൻ ദ ഫാമിലി ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, വർക്ക് പ്ലേസിലായിക്കോട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉപദ്രവത്തിന് സ്ത്രീകള് ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലുള്ള സ്ത്രീകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള ഭാഗമായിട്ട് ഇറങ്ങിയതാണ് ഈ വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത്. ഈ വൺ സ്റ്റോപ്പ് സെന്ററിന്റെ അണ്ടറിൽ 2015 ഏപ്രിൽ 1-ന് ഇറങ്ങിയതാണ് സഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി മാതൃദേവ് സഹ്യയോഗ് യോജന. ഓക്കെ, അപ്പൊ ഇതും എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു സപ്പോർട്ട് കൊടുക്കുക, അസിസ്റ്റൻസ് കൊടുക്കുക, അല്ലെ, ഒരു കുടക്കീഴിലുള്ള ഇതേപോലെ വയലൻസിന് അഫക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വയലൻസ് വന്ന സ്ത്രീകളെയൊക്കെ ഒരു കുടക്കീഴിൽ അവരെ സംരക്ഷിക്കുക എന്നതാണ് ഈ OSC അല്ലെങ്കിൽ സഖി എന്ന് പറയുന്ന, OSCയുടെ അണ്ടറിൽ വന്നതാണ് കേട്ടോ സഖി എന്ന് പറയുന്ന സ്കീമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Women Helpline Scheme. The scheme of universalization of Women Helpline is intended to provide 24 hours immediate and emergency response to women affected by violence through a referral linking with the appropriate authorities such as police, one-stop centers, hospitals, and information about women related to government schemes, programs across the country through a single uniform number. Government of India has allocated short code 181 to all states and UTs, which is being used by some states or UTs such as Delhi, Chandigarh as women helpline. അപ്പൊ ഇത്രയുള്ള ഒരു വുമൻ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏറ്റവും കൂടുതൽ ഒരു വുമൻ ഹെൽപ്പ് ലൈൻ കാണാൻ പറ്റുന്നത് ട്രെയിനിലായിരിക്കും.
അല്ലെ? ഈ ഒരു വുമൺ ഹെൽപ്പ് ലൈൻ, ആ ഒരു വുമൺ ഹെൽപ്പ് ലൈനിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ അവൈലബിൾ ആയിരിക്കും. ആ ഒരു വുമൺ ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് പോലീസ് ആരുടെ ഹെൽപ്പാണ് വേണ്ടത്? പോലീസിന്റെ ഹെൽപ്പാണോ, വൺ സ്റ്റോപ്പ് സെന്ററിന്റെ ഹെൽപ്പ് ആണോ? വൺ സ്റ്റോപ്പ് സെന്റർ എന്തായിരുന്നു? എന്തെങ്കിലും ഒരു വൈലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വൈലേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു അത്താഴം അല്ലെ, ഒരു ഇത് തരാം, ഒരു അഭയം തരാം. അതാണ് ഈ വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത്. ആൻഡ് ഹോസ്പിറ്റലിലേക്കാണോ? ഈ മൂന്ന് ഭാഗത്തിലേക്കുള്ള ഡൈവേർഷനും ഈ വുമൺ ഹെൽപ്പ് ലൈൻ സ്കീമിലുണ്ട്. അപ്പൊ എന്തൊക്കെയായിരുന്നു? പോലീസ് സ്റ്റേഷൻ, പോലീസ്, വൺ സ്റ്റോപ്പ് സെന്റർ ആൻഡ് ഹോസ്പിറ്റൽ. ഇത് 181 എന്നുള്ളതാണ് ഈ വുമൺ ഹെൽപ്പ് ലൈൻ സ്കീമിന്റെ ഹെൽപ്പ് ലൈനിന്റെ നമ്പർ എന്ന് പറയുന്നത്. 181 ആണ് കേട്ടോ. ഉജ്ജാവാല. The Ujjawala scheme is for prevention of trafficking, rescue, rehabilitation, reintegration, and repatriation of victims of trafficking for commercial sexual exploitation. ഒന്ന് ഓർത്തിക്കെ, ഉജ്ജാവാല. ഉജ്ജാവാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ്. പണ്ട് ഞാൻ യൂട്യൂബിൽ കണ്ടതായിരുന്നു. അതിൽ കണ്ടിട്ടുണ്ട്. ഹ്യൂമൻ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെമ്പിള്ളാരെ പിടിച്ചുകൊണ്ട് പോവുക അല്ലെ, എന്നിട്ട് അവരെ സെക്ഷുവലി അവരെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ഇതാക്കുക. അതാണ് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു പടത്തിൽ പറയണത്. അതേപോലെ തന്നെ ഇവിടെ ഉജ്ജാവാല സ്കീം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിവെൻഷൻ ഓഫ് ട്രാഫിക്കിംഗ് അല്ലെ, ഈ ഒരു ട്രാഫിക്കിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെയുള്ള ഈ ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ള സ്ത്രീകളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരെ അഭയം കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരെ സോഷ്യലി എക്കണോമിക്കലി ആൻഡ് എന്തായിരുന്നു, ഫിനാൻഷ്യലി അവരെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാരൊക്കെ ചില സിനിമയിൽ കണ്ടിട്ടില്ലേ, ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ഭാഗമായിട്ട് സ്ത്രീകള് പലരും അല്ലെ, ഓരോ പ്രണയം കാണിച്ച് നടിച്ച് ആണുങ്ങളൊക്കെ കൊണ്ടുപോയി പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് അവരെങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടു വരും. ഒരു ന്യൂസ് എന്തോ, ഞാൻ സിനിമയാണോന്ന് അറിയാൻ, ഞാൻ മറന്നുപോയി. രക്ഷപ്പെട്ടു വരും. പക്ഷെ അത് ഞാൻ കണ്ടതാ, സിനിമയാന്ന് തോന്നുന്നു. രക്ഷപ്പെട്ടു വന്നിട്ടും തിരിച്ച് മനസ്സറിഞ്ഞ് മനഃപൂർവ്വം വീണ്ടും ആ സ്ഥലത്തേക്ക് അവർ പോവാണ്. കാരണം എന്താ? ജീവിക്കാൻ സ്ഥലമില്ല, വീട്ടില് കയറ്റിയില്ല അല്ലെ, എഡ്യൂക്കേഷൻ ഇല്ല, പൈസ ഇല്ല. അപ്പൊ ഏറ്റവും ലാസ്റ്റ് അവർക്ക് ജീവിക്കാൻ പറ്റാതെ ആവുമ്പോ അവരറിഞ്ഞുകൊണ്ട് ഈ ഒരു ജോലിക്ക് ഇറങ്ങുവാണ്. പക്ഷെ ഈ ഉജ്ജാവാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ട്രാഫിക്കിംഗ് പ്രിവെന്റ് ചെയ്യാനും, അങ്ങനെ ആ ഒരു ഇതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരെ റെസ്ക്യൂ ചെയ്തെടുക്കാൻ, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തെടുക്കാൻ അല്ലെ, ആൻഡ് ദെൻ റീഇന്റഗ്രേഷൻ ആൻഡ് റീപാട്രിയേഷൻ ഓഫ് വിക്ടിംസ് അല്ലെ, ഈ ഒരു വിക്ടിംസിനെ എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു ബിസിനസ് ആണ് അല്ലെ. അപ്പൊ ഉജ്ജാവാല സ്കീം ഇറങ്ങിയത് ഇങ്ങനെയുള്ള ഒരു ട്രാഫിക്കിംഗ് പ്രിവെന്റ് ചെയ്യാനും, അവരെ റെസ്ക്യൂ ചെയ്യാനും, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇറങ്ങിയ സ്കീമാണ് ഉജ്ജാവാല. ആൻഡ് ദെൻ സ്വാതർഗ്രഹ. The Ministry of Women and Child Development Scheme Development is implementing the Swadargrah scheme, which targets the women victims of difficult circumstances who are in need of institutional support for rehabilitation so that they could lead their life with dignity. The scheme envisages providing shelter, food, clothing, and health, as well as economic and social security for those women. സ്വാതഗ്രഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്കീമാണ് സ്വാതർഗ്രഹ. ആരാണ്? മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. ഇത് എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ വിക്ടിംസ് ഉണ്ടാവുമല്ലോ, ഈ ഒരു പല അല്ലെ, സെക്ഷലി അസോൾട്ട് വന്ന, ഫിസിക്കലി അസോൾട്ട് വന്ന, മെന്റലി അസോൾട്ട് വന്ന, പല ഇതിലും വയലൻസ് അനുഭവപ്പെട്ട സ്ത്രീകൾ ഉണ്ടാവുമല്ലോ. അവർക്കൊരു ഗ്രഹമായിട്ട്, അവർക്കൊരു വീടായിട്ട് വന്ന ഒരു സ്വാതർഗ്രഹ അല്ലെ, അത് അങ്ങനെ ഒരു ഇത് വന്നതാണ് ഈ സ്വാതർഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ലൈഫ്, അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇനി ഒരു റെസ്പെക്റ്റിൽ കൂടെ, അല്ലെങ്കിൽ ഈ ഇപ്പൊ എന്താ, ഒരു റേപ്പിനൊക്കെ അല്ലെ ഇടയായി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീക്ക് പിന്നെ അങ്ങനെ ജീവിക്കാൻ പറ്റൂ? ഒരു റീഹാബിലിറ്റേഷൻ ഉണ്ടോ? അല്ലെ, സമൂഹം വീണ്ടും അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ആ രീതിയിലല്ലാതെ അവരെ
എന്ത് ചെയ്യാം, അവരുടെ ലൈഫ് ഒരു റെസ്പെക്റ്റോട് കൂടി ഒരു ഡിഗ്നിറ്റിയോട് കൂടി അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്ന ഒരു 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 നമുക്കൊരു ഒരു സ്വാതഗ്രഹം എന്ന് പറയുന്ന ഒരു ഗ്രഹമാണ് ഒരു സ്വാതഗ്രഹം എന്ന് പറയുന്നത്. ഈ ഒരു വീട്ടില് അല്ലെ എന്തൊക്കെ അവർക്ക് ഷെൽട്ടർ കിട്ടും, ഫുഡ് കിട്ടും, അവർക്ക് ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ കിട്ടും, അവരുടെ ഹെൽത്ത് അല്ലെ ഹെൽത്തിനുള്ള സപ്പോർട്ട്, ചികിത്സകള് ഇതെല്ലാം കിട്ടും. അത് മാത്രല്ല എക്കണോമിക്കലി ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി സോഷ്യൽ സെക്യൂരിറ്റി കൂടി ഈ ഒരു സ്വാതന്ത്ര്യത്തിൽ കിട്ടും. അതായത് എക്കണോമിക്കലി ഇവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളൊക്കെ അവർ കൊടുക്കും. ആ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ജോലി ചെയ്യുന്നത് വഴി ഇവർക്ക് ഫിനാൻഷ്യലി ഇവർക്ക് തന്നെ സ്റ്റേബിൾ ആവാൻ പറ്റും. ആൻഡ് ദെൻ വെൽത്ത് സെക്യൂരിറ്റി ഉണ്ടാവും ഈ ഒരു സ്വാതന്ത്ര്യഗ്രഹം എന്ന് പറയുന്ന സ്ഥലം ഇതില്. നാരി ശക്തി പുരസ്കാർ. The Ministry of Women and Child Development celebrates International Women's Day every year of 8th March as it the nodal ministry for the issues related to women. അതായത് നാരി ശക്തി പുരസ്കാറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എല്ലാ വർഷവും വുമൻസ് ഡേ ആയിട്ട് March 8 ആചരിക്കാറുണ്ട്. എല്ലാ വർഷവും വുമൻസ് ഡേ എന്നാണ് March 8. ആരാണത് ആചരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. ടേക്കിംഗ് ദിസ് ഈസ് ആൻ ഓപ്പർച്യൂൺ മൂമെന്റ്. ഈ ഒരു സമയത്ത് ഈ ഒരു ഇന്റർനാഷണൽ വുമൻസ് ഡേയില് അല്ലെങ്കിൽ March 8 ഈ ഒരു സമയം എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീകളുടെ അച്ചീവ്മെന്റ്സിനെ, സ്ത്രീകളുടെ അല്ലെ സക്സസിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു ദിവസം എടുക്കാറുണ്ട്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആ ഒരു ദിവസം സ്ത്രീകളെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ അച്ചീവ്മെന്റിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസം എടുക്കാറുണ്ട്. It has been decided by the Ministry of in the year 2015 ഇങ്ങനെ ഒരു സംഭവം അല്ലെ ഈ ഒരു ഇത് വന്നത്. In confer Nari Shakti Puraskars to eminent women and institutions in recognition of their service towards the cause of women empowerment. അതായത് വുമൻ എംപവർമെന്റിന്റെ ഭാഗമായിട്ട് വന്നതാണ്. വുമൻ എംപവർമെന്റിന്റെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് കൊണ്ടുവന്ന ഒരു സംഭവമാണ് നാരി ശക്തി പുരസ്കാർ. നാരി ശക്തി പുരസ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒരുപാട് അച്ചീവ്മെന്റ്സും ഒരുപാട് ഇത് എന്ന് വെച്ചിട്ട് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ അച്ചീവ്ഡ് ആയിട്ടുള്ള വുമൻസിനെ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും പുരസ്കാരം കൊടുത്തു തീരാൻ പറ്റൂല. അത്രയുണ്ട് അല്ലെ, പല രീതികളിൽ അത്രയുണ്ട്. പക്ഷെ ഇവർ സെലക്ട് ചെയ്യുന്ന സ്ത്രീകളെ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് അച്ചീവ്ഡ് ആയിട്ടുള്ള സെലക്ട് ചെയ്യുന്ന സ്ത്രീകളെ ആ ഒരു March 8 വുമൻസ് വുമൻസ് ഇന്റർനാഷണൽ ഡേയുടെ അന്ന് ആചരിക്കാറുണ്ട്. അടുത്തത് രാജ്യ മഹിള സമ്മാൻ ആൻഡ് സില മഹിള സമ്മാൻ. രാജ്യ മഹിള സമ്മാൻ ആൻഡ് സില മഹിള സമ്മാൻ. ദീസ് അവാർഡ്സ് ഇത് രണ്ടും അവാർഡുകളാണ് കേട്ടോ. രാജ്യ മഹിള സമ്മാൻ ആൻഡ് സില മഹിള സമ്മാൻ. ഈ രണ്ട് അവാർഡുകളും എന്തിനു വേണ്ടിയിട്ടാ? റിവാർഡ്സ് self-flex work done by exceptional and committed women, in particular at the community and grassroots level. There will be one award in every district. അല്ലെ, എല്ലാ ഡിസ്ട്രിക്റ്റിൽ കൂടിയും ഒരു അവാർഡ് കൊടുക്കും, സില മഹിള സമ്മാൻ. ആൻഡ് വൺ ഇൻ ഈച്ച് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലും ഒരെണ്ണം കൊടുക്കും. അതാണ് എന്ത്? രാജ്യ മഹിള സമ്മാൻ. ഞാൻ പറഞ്ഞു 2 അവാർഡുകളാണുള്ളത്. രാജ്യ മഹിള സമ്മാൻ ആൻഡ് സില മഹിള സമ്മാൻ. സില മഹിള എന്ന് പറയുന്നത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരാൾക്ക് കിട്ടും. ആൻഡ് രാജ്യ മഹിള സമ്മാൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിലും അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലും ഒരു സ്ത്രീക്ക് കിട്ടും. അതാണ് രാജ്യ മഹിള. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണാം. വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് വുമൻ എംപവർമെന്റ്? എന്തായിരുന്നു? പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. Which of the following is a key indicator of women empowerment? Equal access to education and employment. The Beti Badhao scheme in India focuses on preventing female feticide and promoting girls' education. Preventing female feticide and promoting girls' education. Which of the following laws in India protects women against domestic violence? The Protection of Women from Domestic Violence Act 2005. The Protection of Women from Domestic Violence Act 2005. Gender equality is an essential part of which global initiative?
Sustainable Development Goals. Sustainable Development Goals. Gender equality is an essential part of which global initiative? ഏത് ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ജെൻഡർ ഇക്വാലിറ്റി വന്നിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. What is the role of മൈക്രോ ഫിനാൻസ് ഇൻ വുമൻ എംപവർമെന്റ്? ഒരു മൈക്രോ ഫിനാൻസിന് വുമൻ എംപവർമെന്റിലുള്ള റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊവൈഡിങ് സ്മോൾ ലോൺസ് ടു സപ്പോർട്ട് വുമൻ എന്റർപ്രനേഴ്സ്, അല്ലെ? ചെറിയ ചെറിയ ലോണുകൾ, വളരെ ചെറിയ ചെറിയ ലോണുകൾ കൊടുത്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ പൈസകൾ കൊടുത്ത് ഒരു സ്ത്രീയുടെ പുതിയ പുതിയ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ അല്ലെങ്കിൽ അവരുടെ സംരംഭങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ മൈക്രോ ഫിനാൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പൊ ഇതുവരെയുള്ള ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.